السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عفوا وجزاكم الله خيرا لانتظاركم مدة طويلة. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى مراجعة دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ, മദീന അറബിക് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. ബിഅൗനില്ല, അള്ളാഹിന്റെ സഹായത്താൽ അതിന്റെ റിവിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിചാരിതമായ കാരണങ്ങളാൽ സൂമിനാണോ പ്രശ്നം അതല്ല എൻ്റെ സിസ്റ്റത്തിനാണോ പ്രശ്നം എന്നൊന്നും അറിയില്ല. എന്തായാലും സിസ്റ്റം മൊത്തത്തിൽ ഇന്നെന്താണ് പണി മുടക്കിയത് പോലെയാണ്. ഇന്ന് രാവിലെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു, പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അതേസമയം ഇപ്പോൾ സൂം വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ സിസ്റ്റം റിസോഴ്സസ് മേ അഫക്റ്റ് യുവർ ഓഡിയോ ക്വാളിറ്റി, ട്രൈ ക്ലോസിംഗ് സം ആപ്ലിക്കേഷൻ എന്നൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ നമ്മൾ എവിടം വരെയാണ് റിവിഷൻ നടത്തിയത്? രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതല്ലേ? 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് 3ാമത്തെ ചാപ്റ്റർ ആണ്. കഴിഞ്ഞതൊക്കെ നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നില്ല, മറിച്ച് എന്ത് ചെയ്യാണ്, അടുത്തതിലേക്ക് പോവുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോ അടുത്തത് ഇതിൽ പ്രധാനമായും വരുന്നത് സൂപ്പർലേറ്റീവ് ഫോം ആണ്. സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ പാറ്റേൺ പഠിച്ചു വെക്കേണ്ടത് അഫ്ആലു എന്നാണ്. നമുക്കറിയാമല്ലോ, എല്ലാം ഫഅല കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് അപ്പൊ ഫഅലയുടെ അഫ്ആലു എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. ആ ഫഅലയുമായിട്ട് അതിന് അർത്ഥം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് അഹ്സനു എന്നോ അക്രമു എന്നോ അക്ബറു എന്നോ ഒക്കെ പറയാം. അതാണ് സൂപ്പർലേറ്റീവിന്റെ പാറ്റേൺ. ഈ പാറ്റേൺ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് പാറ്റേൺ. അപ്പൊ സൂപ്പർലേറ്റീവിന്റെ പാറ്റേൺ, സൂപ്പർലേറ്റീവ് പാറ്റേൺ എന്നാണ് പറയുന്നത്. അതിന് അഫ്ദൽ തഫ്ദീൽ എന്നാണ് പറയുന്നത്. അഫ്ദൽ തഫ്ദീൽ എന്നാണ് അതിന് പറയുന്നത്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേരൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്രാക്ടിക്കലിയാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞാൽ ഓക്കെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് മനസ്സിലാക്കിയിരിക്കുന്നത് അഫ്അലു അല്ലെങ്കിൽ അക്ബറു അഹ്സനു രൂപം മംനൂ മിന സർഫാണ്, അഥവാ തൻവീൻ ഇല്ലാത്തതാണ്, കസ്റും സ്വീകരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒറ്റ പാറ്റേൺ, അതായത് ഒറ്റ ഫോമേ ഉള്ളൂ. അഫ്അലു, അഫ്അലാ വരൂല, അഫ്അലു. ഓക്കെ, അഫ്അലു എന്നാണ് പാറ്റേൺ ആണ് വരിക. പിന്നീട് അപ്പൊ ഈ പാറ്റേൺ ആണ് താരതമ്യം ചെയ്യാനും ഉപയോഗിക്കുന്നത്, അതേപോലെ ഏറ്റവും ഉന്നതമായത് എന്ന് പറയാനും ഉപയോഗിക്കുന്നത്. കമ്പാരിസനും. അപ്പൊ കമ്പാരിറ്റീവ് ഫോമിനും സൂപ്പർലേറ്റീവ് ഫോമിനും പാറ്റേൺ ഒന്നാണ്. പക്ഷേ കമ്പാരിറ്റീവ് ഫോം വരുമ്പോൾ അവിടെ മിൻ ഉണ്ടാകും. സൂപ്പർലേറ്റീവ് വന്നാൽ സൂപ്പർലേറ്റീവ് ഫോമിന്റെ ശേഷം ഉള്ള വാക്കിന് കസ്റ് കൊടുത്ത് നിർത്തുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞാൽ അജ്മലു ഏറ്റവും ഭംഗിയുള്ളത്, അഹ്സനു ഏറ്റവും നന്നായത്, അഖ്ദമു ഏറ്റവും പഴയത്, അസ്ഗറു ഏറ്റവും ചെറുത്, ഇങ്ങനെയാണ് വരുന്നത്. അതേസമയം മിൻ വന്നാൽ അതിനേക്കാൾ ചെറുത്.
അഹ്സൻ എന്ന് പറഞ്ഞാൽ ബെറ്റർ ദാൻ, മിൻ വന്നാൽ ബെറ്റർ ദാൻ. അജ്മൽ എന്ന് പറഞ്ഞാൽ മോർ ബ്യൂട്ടിഫുൾ, ഓർ ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ ദാൻ. അക്ദമു എന്ന് പറഞ്ഞാൽ ഓൾഡർ ദാൻ, അക്ദമു മിൻ, ഓൾഡർ ദാൻ. സ്മോൾ അസ്ഗറു മിൻ എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ. അപ്പൊ മിൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അസ്ഗറു എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ്, അജ്മലു മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അഹ്സനു ബെസ്റ്റ്, അക്ബറു അക്ദമു ഓൾഡസ്റ്റ് എന്നായിരിക്കും വരിക. അതിനുശേഷം ഇപ്പോ ഹാമിദിൻ അത്വൽ മിൻ ബിലാലിൻ എന്ന് പറഞ്ഞാൽ ഹാമിദ് ബിലാലിനേക്കാൾ പൊക്കമുള്ളവനാണ്. ബിലാലുൻ അത്വലു മിൻ ആമിനത്തു, ബിലാല് ആമിനയേക്കാൾ. അപ്പൊ ഇതില് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൂപ്പർലേറ്റീവ് ഫോം എന്തായിരിക്കും? സൂപ്പർലേറ്റീവ് ഫോം പെണ്ണിനും പെണ്ണുങ്ങൾക്കും ആണിനും ആണുങ്ങൾക്കും എല്ലാം ഒന്നായിരിക്കും. The same for masculine, feminine, singular and plural. എല്ലാത്തിനും ഒന്ന് തന്നെ ആയിരിക്കും. ഇതാണ് അതില് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോ ബിലാലുൻ അത്വലു മിൻ ആമിനത്ത്. അപ്പൊ മിൻ വരുമ്പോഴത്തേക്ക് എന്തായി? മിൻ വരുമ്പോ ആമിനത്താന്ന് പറയാം. ആമിനയ്ക്ക് കെസ്റ് വരാത്തോണ്ട് ആമിനത്താന്ന് പറയാം. അത്വലു മിൻ ആമിനത്ത, ആമിനത്തു അത്വലു മിൻ ബിലാലിൻ. അപ്പൊ പെണ്ണായപ്പോഴും അത്വല് തന്നെയാണ് ഉപയോഗിക്കുക. അൽ അബ്നാഉ അത്വലു മിനൽ ബനാത്തി. അപ്പൊ ബഹുവചനം വന്നപ്പോഴും അത്വല് തന്നെയാണ് ഉപയോഗിക്കുക. അൽ ബനാത്തു അത്വലു മിനൽ അബ്നാഇ. സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോഴും അത്വൽ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി മിൻ വന്നാൽ അൻത അഹ്സനു മിന്നി. അപ്പൊ മിൻ വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ സർവനാമമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന, മിൻഹ പോലെ മിന്നിനോടൊപ്പം സർവനാമം ചേർന്ന് വരും. അതിന്റെ ഉദാഹരണമാണ് അൻത അഹ്സനു മിന്നി, യു ആർ ബെറ്റർ ദാൻ മീ. അന അക്സറു മിൻക, ഞാൻ ഐ ആം ഷോർട്ടർ ദാൻ യു, മിൻക നിന്നേക്കാൾ. ഹും അക്ബറു മിന്ന, അവർ നമ്മേക്കാൾ വലിയവരാണ്, സിന്നൻ പ്രായത്താൽ. ഓക്കെ. ഇനി സൂപ്പർലേറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതിന് ശേഷമുള്ളതിന് ജർറ് ചെയ്ത് നിർത്തും. ഇബ്രാഹിമു അഹ്സനു ത്വാലിബിൻ ഫിൽ മദ്രസതി. ഇബ്രാഹിം is the best student in the school. അൽ-അസ്ഹറു അഖ്ദമു ജാമിഅത്തിൻ, അഖ്ദമു ജാമിഅത്തിൻ, അസ്ഹർ ഏറ്റവും പഴയ ജാമിയയാണ്. ഫിൽ ആലം, ലോകത്ത്. ഫാത്തിമത്തു അക്ബർ ത്വാലിബത്തിൻ ഫി ഫസ്ലിന. ഫാത്തിമ നമ്മുടെ ക്ലാസ്സിലെ അക്ബർ ത്വാലിബത്തിൻ ഏറ്റവും മുതിർന്ന കുട്ടിയാണ്. അഫ്ആലു തഫ്ലീൽ എന്നാണ് ഇതിനെ പറയുന്നത്. അഫ്ആലു തഫ്ലീൽ, അഫ്ദലു തഫ്ലീൽ അല്ല, അഫ്ആലു തഫ്ലീൽ എന്നാണ് പറയുക. ഇനി ഈ പാഠത്തിലുള്ള മറ്റൊരു പോയിന്റാണ് ലാക്കിന്ന, കഅന്ന പോലെയുള്ള ഇന്നയുടെ സഹോദരിമാർ. ഇന്നയുടെ സഹോദരിമാരാരൊക്കെയാണ്? ആരൊക്കെയാണ്? ഇന്ന വ അന്ന കഴിഞ്ഞ ഉടനെ തന്നെ കഅന്ന പറയാ. ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന. ഇന്ന വ അന്ന കഅന്ന വലാകിന്ന. ഇന്ന ഉള്ളതെല്ലാം ഒരുമിച്ച് വരും. പിന്നെ എന്ത് ചെയ്യണം? രണ്ടെണ്ണം ലൈത്തല അല്ല. ഓക്കെ. അപ്പൊ ലാക്കിന്നെയും ക്യാനെയും വരുമ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ച് ശീലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്നഹു പഠിച്ചതുപോലെ തന്നെ ലാക്കിന്ന വരുമ്പോൾ ലാക്കിന്നയുടെ കൂടെ സർവനാമമാണ് വരുന്നതെങ്കിൽ ലാക്കിന്നഹു. അത് ഞാനാണെങ്കിൽ ലാക്കിന്നി, അവളാണെങ്കിൽ ലാക്കിന്നഹ, നിങ്ങളാണെങ്കിൽ ലാക്കിന്നക്കും. അപ്പോ നഹു അല്ല, ലാക്കിന്നഹു, ലാക്കിന്നഹും, ലാക്കിന്നക, ലാക്കിന്നക്കും, ലാക്കിന്നി, ലാക്കിന്ന, ലാക്കിന്നഹ, അങ്ങനെ വരും. അതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ലാക്കിനക്ക് ശേഷം വരുന്നത് സ്വാഭാവികമായിട്ടും നസ്ബിയാണ്.
പിന്നുള്ള സഹോദരി ആയതുകൊണ്ട് 10 കൊടുക്കണം. അതാണ് ബിലാലുൻ മുജിത്തഹിദുൻ. ബിലാൽ എന്താണ്? ഹാർഡ് വർക്കിംഗ് സ്റ്റുഡന്റ് ആണ്. വലാകിൻ ഹാമിദൻ, പക്ഷേ ഹാമിദ് കസ്ലാൻ, മടിയനാണ്. അഹി മുതസവ്വിജുൻ, എന്റെ സഹോദരൻ മാരീഡ് ആണ്. വലാകിൻ നീ, പക്ഷെ ഞാൻ അസബുൻ. അസബ് എന്താണ്? അൺമാരീഡ്. ബാച്ചിലർ. സയ്യാറത്തി ഖദീമത്തുൻ, എന്റെ കാറ് പഴയതാണ്. ലാകിന്നഹ ഖവിയ്യത്തുൻ, പക്ഷെ അത് ഖവിയ്യത്താണ്, സ്ട്രോങ് ആണ്. അതാണ് അതിലുള്ള രണ്ട് സംഗതി പറഞ്ഞു. ഒന്ന് ലാക്കിനയ്ക്ക് ശേഷം നെസ്ബ് ചെയ്യണം, ഇന്ന പോലെ. മറ്റൊന്ന് ലാക്കിനയ്ക്ക് ശേഷം സർവനാമങ്ങൾ വരുന്നെങ്കിൽ അതിൽ കൂടെ ചേർത്താണ് പറയുക. അന്നേരം പിന്നെ അവിടെ നെസ്ബ് നോക്കേണ്ട കാര്യമില്ല, കാരണം സർവനാമത്തിൽ അടയാളങ്ങളൊന്നും പ്രകടമാവുന്നതല്ല. അതേപോലെ കദീമത്തിന്റെ ഓപ്പോസിറ്റ് ആവില്ലല്ലോ, കവിയത്തുമില്ലല്ലോ. അല്ലല്ല, ഓപ്പോസിറ്റ് ആയിട്ടല്ല പറഞ്ഞത്. ഇവിടെ ഒരു സംഗതിയാണ്, എന്റെ സയ്യാറത്ത് ബോൾഡാണ്, പക്ഷേ അത് സ്ട്രോങ് ആണ്. അതാണ് പറഞ്ഞത്. എന്റെ മറ്റേയാളുടെ പഴയതാണെന്നല്ല പറഞ്ഞത്. എന്റേത് പഴയതാണ്, മറ്റേയാളുടെ പുതിയതാണ് എന്നല്ല. പഴയതാണെങ്കിലും സ്ട്രോങ് ആണ്. എന്റേത് പഴയതാണ് എന്നാലും അതെന്താണ്? അത് സ്ട്രോങ് ആണ് എന്നാണ് പറഞ്ഞത്. ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്, കമ്പയർ ചെയ്യുന്നില്ല. അടുത്ത കാന വരുമ്പോഴും എന്ത് ചെയ്യണം? നെസ്ബ് ചെയ്യണം. അത് ആദ്യം കൊടുത്തിരിക്കുന്നത് നെസ്ബിന്റെ ഉദാഹരണമാണ്. കഅന്നൽ ഇമാമ മരിയുൻ, ഇമാമ് മരിയലായതുപോലെയുണ്ട്. അപ്പൊ കാന എന്ന് പറഞ്ഞാൽ ആഷിദ്, പോലെയാണ്. കഅന്നൽ ഇമാമ മരിയുൻ. അപ്പോ മൻ ഹാദിഹിൽ ഫതാത്തു കഅന്നഹ ഉഖ്തുക. പിന്നെ അതിൻ്റെ കൂടെ സർവനാമം വന്നാൽ അതിന്റെ കൂടി ചേർത്താണ് എഴുതേണ്ടത്, പിന്നെ അടയാളം നോക്കേണ്ടതില്ല. മൻ ഹാദിഹിൽ ഫതാത്തു, ഫതാത്ത് ആരാണ്? അൽ ഫതാത്തു, ഫതാത്ത് യുവതി. ആ യുവതി ആരാണ്? ആ ചെറുപ്പക്കാരി ആരാണ്? കഅന്നഹ ഉഖ്തുക, താങ്കളുടെ സഹോദരി പോലെ ഉണ്ടല്ലോ. As if she looks like your sister. കഅന്ന ഹാദിഹി സയ്യാറത്ത. ഇനി ഹാദിഹി വരുമ്പോഴത്തേക്ക് നമ്മൾ ഹാദിഹി വരുമ്പോ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാദിഹിക്ക് ശേഷം എന്താ പറയാ? ഉലായിക്ക്. അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിന് ശേഷം അൽ ഉള്ള നാമമാണ് വരുന്നതെങ്കിൽ അത് മാറ്റിയാൽ അവിടെ എന്താണ് അടയാളം എന്ന് അറിയാൻ പറ്റും. കഅന്ന ഹാദിഹി സയ്യാറത്ത. അപ്പൊ കാനയ്ക്ക് ശേഷം അല്ലുള്ളതായതുകൊണ്ട്, ഹാദിഹി ശേഷം അല്ലുള്ളതായതുകൊണ്ട് ഹാദിഹിയെ മാറ്റിയിട്ട് നോക്കുക. അപ്പൊ കാന്ന സയ്യാറത്ത എന്നാണ് വരിക. കാന്ന സയ്യാറത്ത ലഹു. അപ്പം കാന്ന ഹാദിഹി സയ്യാറത്ത ലഹു, ഈ സയ്യാറത്ത് അവന്റെ ആണെന്ന് തോന്നുന്നല്ലോ. belongs to him. كأنك من الهند, كأنك من الهند, as if you are from India, or you seems to be from India. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അവിടെ നെസ്ബ് നോക്കേണ്ട കാര്യമില്ല, കാരണം കഅന്നയുടെ ശേഷം കൂടെ ചേർന്ന് നിക്കായ്ക്കാണ് നെസ്ബ് വരേണ്ടത്. അതേപോലെ കഅന്നയുടെ നേരത്തെ വന്ന കഅന്നഹ, കഅന്ന ഹായ് വന്നിരിക്കുന്ന ഹായുടെ ഫതഹല്ല നെസ്ബ്. അതേപോലെ കഅന്നക്കായുടെ കായുടെ മുകളിലുള്ള ഫതഹല്ല നെസ്ബ്. അതെന്താണ്? എപ്പോഴും കായ്ക്കുള്ളതാണ്. കിതാബുക്ക, റബ്ബുക്ക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് നെസ്ബിന്റെ സ്ഥാനത്താണ്. പിന്നെ ഉള്ളത് എണ്ണമാണ്. എണ്ണം ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നില്ല, കാരണം ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വീണ്ടും എന്തായി തോന്നും? ഹാർഡായിട്ട് തോന്നും. അപ്പൊ എണ്ണം നിങ്ങൾ സമാധാനത്തിൽ ഇരുന്നിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഓർഡിനൽ കൗണ്ടിങ്, ക്രമപ്രകാരമുള്ള എണ്ണം. ഓർഡിനൽ കൗണ്ടിങ് 1, 2, 3 എന്ന് പറയുന്നതല്ല. ഒന്നാമത്തേത്, രണ്ടാമത്തേത്. 1, 2, 3 എന്ന് പറഞ്ഞാൽ എന്ത് കൗണ്ടിങ് ആണത്? നോർമൽ കൗണ്ടിങ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് ആണ് ഓർഡിനൽ കൗണ്ടിങ്. ഓർഡർ അനുസരിച്ചുള്ള കൗണ്ടിങ്. ഒന്നാമത്തേത്, രണ്ടാമത്തേത്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മുടെ പാഠത്തിലൊക്കെ വരുന്നത് അദ്ദർസുൽ അവൽ, അദ്ദർസുൽ സാനി, അദ്ദർസുൽ സാലിസ്, ഇങ്ങനെ വരും. അപ്പോ അവലു സാനി സാലിസ് റാബിഅ ഖാമിസ് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ശേഷം വരുന്നത് വിശേഷണമായിട്ടായിരിക്കും വരിക. അതിവിടെ ഉദാഹരണം പറഞ്ഞിട്ടില്ല. അപ്പോ അൽ വലദുൽ അവൽ, അൽ വലദുൽ അവൽ, അൽ വലദുൽ സാനി. അപ്പൊ അതിന്റെ അൽ വലദിന്റെ വിശേഷണമാണ് അവൽ. അപ്പൊ എന്ത് ചെയ്യും? അൽ വലദു ആൺകുട്ടി ആയതുകൊണ്ട് അൽ അവൽ. ബിന്ദാണെങ്കിലോ അൽ വലദുൽ ഊല, അൽ ബിന്ദുൽ ഊല എന്നായിരിക്കും വരിക. അതിന്റെ സ്പെല്ലിംഗ് ഉപയോഗിക്കണം. അപ്പോ അൽ ബിന്ദു സാനിയത്ത, രണ്ടാമത്തെ പെൺകുട്ടി. അൽ വലദുൽ അതേപോലെ താഴെ ചേർത്ത് വരണം. അൽ വലതാണെങ്കിൽ അൽ വലദുൽ സാനി, ബിന്ദാണെങ്കിൽ അൽ ബിന്ദു സാനിയത്തു. അങ്ങനെ വരും. ഇനി സാനി എന്ന് പറയുന്നത് എന്താണ്? സാനി എന്ന് പറയുമ്പോൾ അവസാനം ഒരു യാ ഉണ്ട്. അവിടെ സാനിക്ക് അസാനി എന്ന് പറയുമ്പോഴാണ് സാനിക്ക് യായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയണം? സാനിയുൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് സാനിൻ എന്നാണ് വരിക. ഹാദിൻ എന്ന് പറയുന്നത് പോലെ സാനിൻ എന്ന് യാ കളഞ്ഞിട്ട് കസർ തൻവീൻ ഇട്ടിട്ടാണ് പറയുക. എപ്പോൾ? അൽ ഇല്ലെങ്കിൽ. അല്ലുണ്ടെങ്കിൽ അസാനി എന്നാണ് വരിക. അടുത്തത് അലൈസ കദാലിക. ടോട്ടലി കുഴപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, അലൈസ കദാലിക എന്ന് എപ്പോഴാ പറയുക? സോറി, അലൈസ കദാലിക എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? ലൈസ ചേർത്ത് ഉത്തരം പറഞ്ഞാൽ ബല എന്ന് പറയുമ്പോഴാണ്. അങ്ങനെ ആണെങ്കിൽ അലൈസ കദാലിക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? If a student is asked anta talibun alaysa kadhalika എന്ന് ചോദിച്ചാൽ അയാള് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താ പറയേണ്ടത്? ബല എന്നാണ് പറയേണ്ടത്. ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചു anta talibun alaysa kadhalik, you are a student, isn't it like that എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എന്നായിരിക്കും മറുപടി പറയേണ്ടത് ഇംഗ്ലീഷിൽ. അപ്പോ അറബിയിൽ എന്ത് പറയണം? ബല എന്നാണ് പറയേണ്ടത്. തീർച്ചയായും. അത് ഇതിന്റെ 4-ാം പാഠത്തിൽ വീണ്ടും വരുന്നുള്ളതാണ് പറയുന്നത്. അയ്യുഹുമ എന്ന് പറയുമ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊന്നാണ് എന്ന് ചോദിക്കുന്നതിന് അയ്യുഹുമ എന്നാണ് പറയേണ്ടത്. ഫിൽ ഫസ്ലി താലിബാനി മിൻ ഫിറൻസ. ഈ ക്ലാസ്സിൽ ഈജിപ്തിൽ നിന്നുള്ള ഫ്രാൻസിൽ നിന്നുള്ള 2 സ്റ്റുഡൻസ് ഉണ്ട്. അയ്യുഹുമ അഹൂക, 2-ൽ ആരാണ്, ഏതിലൊരാണ് നിന്റെ സഹോദരൻ? അയ്യുഹുമ, അവരിൽ ആ 2 പേരിൽ ആരാണ്? അയ്യുഹുമ. അതേപോലെ ദ ബ്രോക്കൺ പ്ലോറൽ ഫോംസ് മഫാഇലു, മഫാഇലു, മഫാഇലു. നമ്മൾ പറഞ്ഞ മസാജിദും മസാക്കീനും എന്ത് പേര് പറയും? അതിന് മുൻതഹൽ ജുമുഅ എന്നാണ് അതിന്റെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ നെയിം. ദ നെയിം ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പൊ അതിന്റെ പേര് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയല്ല. നേരത്തെ അഫ്അൽ തഫ്ദീൽ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ എന്ത് പേര് പറയും? മുൻതഹൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ആധിക്യത്തിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ബഹുവചനം എന്നാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങേയറ്റത്തെ ഇലന്തമരം എന്ന് പറയും. അതേപോലെ സ്വർഗത്തിന്റെ അങ്ങേയറ്റത്തെ ഇലന്തമരം എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്? മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അൽ ജുമുഅ, ജംഉകൾ, അങ്ങേയറ്റത്തെ ബഹുവചനങ്ങളുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ആധിക്യത്തിന്റെ ബഹുവചനം എന്നർത്ഥം. അത് ആധിക്യത്തിന്റെ ബഹുവചനമാണ്. മഫാഇലു, മഫാഇലും, മഫാഇലും
എന്താ നമ്മൾ ഓർക്കേണ്ടത്? മസാജിദും മസാക്കീനും. സക്കീന. ഇത് രണ്ടും എന്താണ്? മുൻതഹൽ ജുമുഅ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആധിക്യത്തിന്റെ ബഹുവചനം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും എന്തായിരിക്കും? ഗൈറു മുൻസരിഫായിരിക്കും. അത് രണ്ടിനും തൻവീന് വരികയോ തൻവീനോ കസ്റോ വരുന്നതല്ല. പിന്നെ വൊക്കാബുലറിയാണ്. വൊക്കാബുലറി ഞാൻ ഇപ്പൊ വീണ്ടും ഈ നോട്ട്സ് പ്രത്യേകം അയച്ചു തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ തന്നെ അയച്ചത് എന്റെ ഓർമ്മ. അയച്ചില്ല, ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ തന്നെ അയച്ചിട്ടുള്ളൂ. അതിന്റെ കൂടെ നോട്ട് സെപ്പറേറ്റ് ഞാൻ കുറെ നോട്ടൊക്കെ കട്ട് ചെയ്ത് കിട്ടിയായിരുന്നു. ആ കട്ട് ചെയ്ത് കിട്ടിയതൊക്കെ നമ്മളൊരാളെ വെച്ചിട്ട് കട്ട് ചെയ്യിപ്പിച്ചതാണ്. അതൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ആകും. പിന്നെ കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത ഭാഗം വീണ്ടും വിട്ട് തരുന്നുണ്ട്. കുറെ പാടുന്നുണ്ട്. ലെസൺ 4 മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇതിൽ കുറച്ച് ടെക്നിക്കൽ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ടെക്നിക്കൽ വാക്കുകളിലേക്ക് പോകേണ്ടതില്ല. ഇതില് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റജ എന്ന് പറഞ്ഞു. റജാന്റെ കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹുവയാണ്. അപ്പൊ ദഹബത്ത് എന്ന് പറഞ്ഞാലോ അതിന്റെ അടങ്ങിയിരിക്കുന്ന ഹിയയാണ്. പിന്നെ ഇതിൽ ടെക്നിക്കൽ വാക്കെന്ന് പറയുന്നത് ദഹബൂ എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ വാവാണ് കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹുമ്മാണ് പറയുന്നത്. ഹുമ്മ്. കാരണം നമ്മൾ ആ തരം ടെക്നിക്കൽ യൂസേജിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടഫായിട്ട് നമുക്ക് തോന്നും. അതേസമയം നമ്മൾ നേരത്തെ പഠിച്ച ഹുവ, ഹും, അന്ത, അന്തുമൻ, നഹനും ഈ സർവനാമങ്ങളിൽ ഒന്ന് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഹുമ്മാണ്. അപ്പൊ ആ ഹും വെച്ചിട്ട് നമുക്ക് അതിന്റെ കർത്താവിനെ കണ്ടെത്താൻ പറ്റും. കർത്താവിന്റെ അടയാളം ശരിക്കും എന്താണ്? അടയാളം എന്ന് പറഞ്ഞാൽ കർത്താവ് ബഹുവചനമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നത് വാവാണ്. ബഹുവചനത്തിന്റെ വാവാണ്. നമ്മൾ പറയും ബഹുവചനത്തിന് വാവ് കൊണ്ട് അലിഫുണ്ടെന്ന്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാവും അലിഫും വേണം. വാവ് മാത്രമല്ല, വാവും അലിഫും വേണം. അപ്പൊ അതുകൊണ്ട് അത്തരം ടെക്നിക്കൽ സംഗതിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ദഹബന എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്താണ്? നൂനാണ്. ദഹബന എന്ന് പറയുമ്പോൾ നെഹ്നു അല്ല. ദഹബിന, നീട്ടാത്ത ദഹബിന. നീട്ടാതെ ഹുന്നയാണ്. ഹുന്ന. ദഹബിന എന്ന് പറയുമ്പോ ഹുന്നയാണ്. അപ്പൊ ഇവിടെ നമ്മള് ടെക്നിക്കലി അതിന്റെ ഗ്രാമറ്റിക്കലി അതിന്റെ പേര് നൂനുൻ നിസ്വത്ത് എന്നാണ്. ആ നൂനുൻ നിസ്വത്താണ് അതിന്റെ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത് അത് തന്നെ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മാളിയെ നെഗറ്റീവ് ആക്കാൻ എന്ത് ഉപയോഗിക്കും? മാളിയെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ പഠിച്ച ക്രമത്തിലാണ് പോകുന്നത് റിവിഷൻ. കേട്ടോ, നിങ്ങൾ പഠിച്ചതിനെ കമ്പൈൻ ചെയ്തിട്ടല്ല റിവൈസ് ചെയ്യുന്നത്. പഠിച്ച ക്രമത്തിൽ റിവൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ച ക്രമത്തിൽ റിവൈസ് ചെയ്താൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കാരണം നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ മെർജായിട്ട് വരും, ഒരുമിച്ച് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്താണോ പാഠത്തിൽ പഠിച്ചത് അതേ ക്രമത്തിൽ പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടി, മാളിയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മായാണ് ചേർക്കേണ്ടത്. അതാണ് നോർമൽ പ്രൊസീജിയർ. അപ്പൊ ദഹബത്തു ഇല സൂഖി, ഞാൻ മാർക്കറ്റിൽ പോയി. മാ ദഹബത്തു ഇല സൂഖി, ഞാൻ മാർക്കറ്റിൽ പോയില്ല. അപ്പോഴേ ദഹബത്തു ഇല സൂഖി എന്ന് പറയുന്ന കർത്താവ് ആരാണ്? അനയാണ്. അപ്പൊ ഹിയത്തെ അഖറത്ത് ലേറ്റായി വന്നപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞതാണ്, അനയാണ്. ഓക്കെ. അപ്പൊ മാ ദഹബത്തു ഇല സൂഖി എന്ന് പറയുമ്പോൾ ആരാ കർത്താവ്? അവിടെ അന തന്നെയാണ് കർത്താവ്. പക്ഷെ ഇവിടെ സെന്റൻസിലെ കർത്താവാണ്, പണി ചെയ്ത ആളല്ല. മാ ദഹബത്തു ഇല സൂഖി എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ പോയില്ല എന്നല്ലേ? അപ്പൊ കർത്താവ് ആരാണെന്ന് ചോദിച്ചാല് അനയാണ് കർത്താവ്. സെന്റൻസില് ദഹബത്തു എന്ന ഫീലിന് ഒരു കർത്താവ് വേണം. ആ കർത്താവാണ്. അപ്പൊ നെഗറ്റീവായിട്ട് വന്നാലും പോസിറ്റീവായിട്ട് വന്നാലും കർത്താവ് അവിടെ ഉണ്ടാവും. ഗ്രാമറിൽ കർത്താവ് വേണം, അല്ലെങ്കിൽ കർമ്മണി പ്രയോഗമായിട്ട് ഉപയോഗിക്കണം. ഇവിടെ മാ ദഹബത്തു എന്ന് പറയുമ്പോഴും കർത്താവ് അനയാണ്.
ദഹബത്തു ഇല സൂഖ് എന്ന് പറഞ്ഞാലും കർത്താവ് തന്നെയാണ്. അതേപോലെ മാ ഖറജൽ ഇമാമു മിനൽ മസ്ജിദി, മാ ഖറജൽ ഇമാമു മിനൽ മസ്ജിദി. അപ്പൊ അവിടെ ആരാണ് കർത്താവ്? ഇമാമാണ് കർത്താവ്. അപ്പൊ നമ്മൾ പറയുന്നത് അവിടെ അടയാളമുള്ള ലമ്മത്തെ അടയാളമുള്ള ഒരു നാമം ക്രിയയെ തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കർത്താവ്. കർത്താവ് പ്രത്യക്ഷത്തിൽ തൊട്ടടുത്ത് പറയുന്നില്ലെങ്കിലാണ് അതിൽ മറിഞ്ഞിരിക്കുന്ന സർവനാമത്തെ കർത്താവാക്കേണ്ടത്. നമ്മൾ മുറ്റത്ത് ചെന്നാൽ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്നാൽ ആളില്ലെങ്കിലാണ് നമ്മൾ കോളിംഗ് ബെൽ അടിക്കുക. ആളുണ്ടെങ്കിൽ കോളിംഗ് ബെൽ അടിക്കേണ്ട കാര്യമില്ല. അപ്പോ അകത്തുള്ള സർവനാമത്തെ നോക്കേണ്ടത് പുറത്ത് ആളില്ലെങ്കിലാണ്, കർത്താവ് ഇല്ലെങ്കിലാണ്. ഓക്കെ. അതേപോലെ ദഖല ബിലാലുൻ വലാകിന്നഹു മാ ജലസ. ദഹബ ബിലാലുൻ, ബിലാല് പോയി. ദഖല ബിലാലുൻ, ബിലാല് പ്രവേശിച്ചു. ലാകിന്നഹു, പക്ഷേ അദ്ദേഹം മാ ജലസ, ഇരുന്നില്ല. അപ്പൊ മാ ജലസ, ഇരുന്നില്ല. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ നാം ആൻഡ് ബല. ബലാക്ക് വരെ നാം പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അലസ്ത ബി മുസ്ലിമിൻ എന്ന് ചോദിച്ചു. അലസ്ത ബി മുസ്ലിമിൻ, നീ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു. അലസ്ത ബി മുസ്ലിമിൻ. അപ്പോൾ ബല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷുവർ, ഓഫ് കോഴ്സ്, ഞാൻ മുസ്ലിം ആണ് എന്നാണ്. നാം എന്ന് പറഞ്ഞാലോ അല്ല, ഞാൻ മുസ്ലിം അല്ല, ഞാൻ മുസ്ലിം അല്ല. അതാണ് നാമും ബലയും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ ഒരു യൂസേജ് ആണ് ലി അന്ന എന്ന യൂസേജ്. ഇംഗ്ലീഷ് നമ്മൾ ബിക്കോസ് എന്ന് പഠിച്ചു വെച്ചാൽ പ്രശ്നമില്ല. ലി അന്ന, എന്തുകൊണ്ട്, എന്നാൽ. അന്നയുടെ അർത്ഥം എന്താണ് ശരിക്കും? എന്ന്. അപ്പോ ലി അന്ന, ലി ഇക്കയിന് വേണ്ടി, അന്ന എന്ന്, രണ്ടും കൂടെ ചേർന്ന് വന്നാൽ ലി അന്ന, എന്തുകൊണ്ട്, എന്നാൽ. ബിക്കോസ്. മാ ഖറജതു മിനൽ ബൈതി ലി അന്നൽ ജവ്വ ബാരിദ്. ജവ്വ് എന്താണ്? അന്തരീക്ഷം. ജവ്വ് അന്തരീക്ഷമാണ് കേട്ടോ, കാലാവസ്ഥയല്ലേ ഉസ്താദ്? കാലാവസ്ഥയല്ല. കാലാവസ്ഥ തഖസാണ്. തഖസ് കാലാവസ്ഥ, ജവ്വ് അന്തരീക്ഷം. ഇവിടെ വെതർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസ്ലേഷൻ അക്യുറേറ്റ്, പല സ്ഥലങ്ങളിലും ട്രാൻസ്ലേഷൻ അക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പ്രാക്ടിക്കൽ നോളജ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അന്തരീക്ഷം. ജവ്വ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷം എന്നാണ് വരിക. തഖസാണ് കാലാവസ്ഥ. ടി വിയിൽ പറയുമ്പോൾ എന്തായാലും ജവ്വ് എന്നല്ല പറയും. നമ്മൾ ടി വി ഒന്ന് നോക്കണം. കാലാവസ്ഥ പറയുമ്പോൾ വെതർ പറയുമ്പോൾ ജവ്വ് എന്നല്ല പറയുന്നത്. അപ്പോ ദഹബ ഇബ്രാഹിമു, അപ്പോ ലി അന്നയുടെ പ്രയോഗം മാ ഖറജതു മിനൽ ബൈതി ലി അന്നൽ ജവ്വ ബാരിദുൻ, ബിക്കോസ് I went out from the house because the climate അന്തരീക്ഷം തണുത്തതാണ്. ഞങ്ങൾ ജവ്വ ബാരിദ്. ذهب إبراهيم إلى المستشفى لأنه مريض. ഇബ്രാഹിം ഹോസ്പിറ്റലിൽ പോയി, കാരണം അവൻ രോഗിയാണ്. അപ്പോ നോട്ട് ദാറ്റ് ലി അന്ന ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലി പ്ലസ് അന്ന. ലീയും അന്നയും ചേർന്നാണ് ലി അന്ന. ഓക്കെ. അടുത്തത് പാഠം 5. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പാഠത്തെയും പാഠത്തെ തുടർന്നുള്ള എക്സർസൈസുകളെയും വായിക്കണം. ചിലപ്പോൾ എക്സർസൈസിൽ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ അല്ല, ഇത് ഈ പറഞ്ഞതിന്റെ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങൾ, പുതിയതല്ലാത്ത കാര്യങ്ങൾ അത് പഠിക്കാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എക്സർസൈസിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇനിയുള്ളത് കർത്താവിന്റെയും കർമ്മത്തിന്റെയും അടയാളങ്ങളാണ് ഈ പാഠത്തില്, 5-ാമത്തെ പാഠത്തിൽ വരുന്നത്. ഓക്കെ.
പിന്നെ തൻവീൻ എങ്ങനെ ഉച്ചരിക്കണം എന്നതും ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ബേസിക് ലെറ്റേഴ്സ്, ഈ കാര്യങ്ങളാണ് പാഠം 5 പറയുന്നത്, ബേസിക് ലെറ്റേഴ്സ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതിലേക്ക് വരാം. അപ്പൊ കർത്താവിന്റെയും കർമ്മത്തിന്റെയും അടയാളങ്ങൾ, അൽ ഫാഇലു വൽ മഫ്ഊൽ. അപ്പൊ ഈ ഫാഇൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ടേബിൾ പഠിച്ചപ്പോൾ ഫത്തഹയുടെ കർത്താവ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഫാഇലയുടെ കർത്താവ് ഏതാണെന്ന് ചോദിച്ചു, ഫാഇൽ എന്ന് പറഞ്ഞു. ഫാഇലയുടെ കർത്താവ് ഫാഇലയുടെ കർമ്മം മഫ്ഊൽ എന്ന് പറഞ്ഞു. ശരിക്കും എന്താണ് നമ്മളെ പട്ടികയിൽ പറയുന്നത്? ശരിക്കുള്ള ഫാഇലല്ല, മറിച്ച് എന്താണ്? ഇസ്മുൽ ഫാഇലാണ്, കർത്താവിന് വേണ്ടി പറയുന്ന നാമം. ഫഅല പ്രവർത്തിച്ചു, ഫഅലയില് പ്രവർത്തി ചെയ്ത ആളിന് വേണ്ടി പറയുന്ന പദമാണ് ഇസ്മുൽ ഫാഇൽ. അപ്പൊ ഇസ്മുൽ ഫാഇലാണ് ഫാഇലുൻ. അത് അപ്പൊ ഫത്തഹ എടുത്താൽ ഫത്തഹയുടെ ഇസ്മുൽ ഫാഇലാണ് ഫാത്തിഹൻ, ഫത്തഹയുടെ ഇസ്മുൽ മഫ്ഊല് മഫ്തൂഹൻ. അതേസമയം സെന്റൻസിൽ വരുമ്പോൾ ഫാഇൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഫെയില് വന്നിട്ടുണ്ട്, ആ ഫെയിലിന്റെ കർത്താവ്, ആ പ്രവർത്തി ചെയ്ത ആളെ കുറിക്കുന്ന പദമാണ് അതിന്റെ ഫാഇൽ. അപ്പോ ഫാഇൽ എന്ന പദമായിരിക്കുമല്ലോ ഉണ്ടാവുക, മറിച്ച് എന്താണ്? പ്രവർത്തി ചെയ്ത ആളെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ പറയുന്നത് അതിന്റെ അടയാളം എന്തായിരിക്കും എന്ന്. ഉദാഹരണം, ദഹബ ബിലാലുൻ എന്ന് പറഞ്ഞു. ദഹബ ബിലാലുൻ എന്ന് പറഞ്ഞാൽ ദഹബ എന്ന ക്രിയ വന്നു, ബിലാലുൻ എന്നതിന് ലമ്മത്ത് വന്നു. അപ്പൊ ലമ്മത്ത് എന്താണ്? കർത്താവിന്റെ അടയാളമാണ്, അലാമത്തുൽ ഫാഇൽ. ഖിയാമത്തിന്റെ അലാമത്ത് എന്ന് പറയും, അലാമത്ത് ഖിയാമത്തിൽ എന്ന് പറയും, അലാമത്ത് യൗമുൽ ഖിയാമത്ത് എന്ന് പറയും, അലാമത്ത് യൗമുൽ ഖിയാമത്ത് എന്ന് പറയും, ഖിയാമത്തിന്റെ അടയാളം. അലാമത്തുൽ ഫാഇൽ മർഫൂഅ്, അലാമത്തുൽ ഫാഇല് ദമ്മത്തുൻ. അലാമത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അടയാളം, അത് അതിന്റെ സ്ഥാനം എന്താണ്? മർഫൂ ആണ്. അൽ ഫാഇലു മർഫൂഉൻ, അൽ ഫാഇലു മർഫൂഉൻ. ഇവിടെ എന്താണ്? ലമ്മത്ത് കൊണ്ട് റഫ്അ ചെയ്തു, ലമ്മത്ത് കൊണ്ട് റഫ്അ ചെയ്തു. ആരായിരുന്നു പറഞ്ഞത്? ഓക്കെ എന്ന് പറഞ്ഞാരാ? ഒന്നുകൂടെ പറയുന്നത് നോക്കണ്ടായിരുന്നു. അഷ്റഫ് സാഹിബാ? ഓക്കെ സർ. ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് സ്വരം കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതുവരെയുള്ള പാഠങ്ങളെല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമില്ല, ഓക്കെ. തിരക്കൊക്കെ മാറിയോ? തിരക്ക് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും തിരക്കുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തമാശ പറഞ്ഞല്ല, തിരക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും പവർഫുൾ ആയിരിക്കും, തിരക്കില്ലെങ്കിൽ മൈൻഡ് എന്തായിരിക്കും? ഡെഡ് ആയിരിക്കും. അപ്പൊ കുറേ പ്രാവശ്യം ആവർത്തി പഠിക്കേണ്ടി വരും. ആൾക്കാർ വിചാരിക്കുക എന്താണ്? തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് വേണം പഠിക്കാമെന്നാണ്. അത് ഒരിക്കലും നടക്കില്ല. തിരക്ക് ഒഴിയുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡ് ഡെഡ് ആകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ആൾക്കാരെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സമയം കൂടി ആയിരിക്കും. നമ്മളെ തിരക്കൊക്കെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാം കൂടെ നമ്മളെന്ത് ചെയ്തു? ഒരു വഴിക്കാക്കി, ഒരു സൈഡാക്കി എന്നാണ്. നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന അവസ്ഥയിലാണ് എന്നാണ് ജനം കരുതുന്നത്. ഇപ്പൊ ട്രംപിനെ പിടിച്ച് മുമ്പേ ആയിരിക്കും നമുക്ക്, ട്രംപിന് എത്ര അയച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ കഴിയാഞ്ഞിട്ടല്ല, ഏജ് ഒന്നും ഒരു ബാരിയർ അല്ല. നമ്മള് തിരക്കുണ്ടായിക്കോട്ടെ, തിരക്കുള്ള ഒരാളെ ഏൽപ്പിച്ചാലാണ് കാര്യം നടക്കുക എന്നുള്ളത് ഒരു പൊതുവിൽ പറയുന്ന ഒരു ചെല്ലാണ്. അപ്പൊ തിരക്കവിടെ ഉണ്ടായിക്കോട്ടെ, തിരക്കിനിടയിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി പഠിച്ചാൽ അത് പഠിത്തം തന്നെയായിരുന്നു. തിരക്കിനിടയിലും പഠിക്കണമെന്നുള്ള ബോധം ഉണ്ടാവുന്നുണ്ടല്ലോ, അതാണ് പ്രധാനം. അപ്പൊ ദഹബ ബിലാലുൻ, അപ്പൊ ലമ്മത്ത് അടയാളപ്പെടുത്തി, അതുകൊണ്ട് ദഹബ ബിലാലുൻ. അപ്പൊ ദഹബയ്ക്ക് ശേഷം റഫ് ചെയ്യപ്പെട്ട ഒരു പദം വന്നാൽ അതാണ് അതിന്റെ കർത്താവ്. പിന്നെ ഇപ്പം അതിന്റെ കർത്താവ് പ്രോനോണുമാകാം കേട്ടാ. അപ്പോ അതേപോലെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ വരാം. അപ്പൊ ദഹബ ബിലാലുൻ എന്ന് പറയുമ്പോൾ അവിടെ അടയാളം, ലമ്മത്ത് അടയാളമായിട്ടുള്ള ഒരു കർത്താവുണ്ട്. ദഹബു എന്ന് പറഞ്ഞാല്
ദഹബു എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഹുമ്മിനെ കർത്താവായിട്ട് എടുക്കണം. ദഹബത്ത എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അൻത കർത്താവായിട്ട് എടുക്കും. ആ അൻതയുടെ അടയാളമാണ് ത. അതേപോലെ ദഹബൂ എന്ന് പറഞ്ഞു. അപ്പം വാവും അലിഫും അവിടെ ഹുമ്മുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്, അടയാളമാണ്. അതേപോലെ ദഹബിന എന്ന് പറയുമ്പോൾ നെഹ്നുവാണ് അവിടെ കർത്താവ്. അതിനകത്തുള്ള കർത്താവ്, അതിനകത്തുള്ള നെഹ്നുവാണ് കർത്താവ്. അതിന്റെ അടയാളമാണ് ഞാ, നൂനും അലിഫും. അതേപോലെ ദഹബത്തുല്ലാബു എന്ന് പറയും. ദഹബത്തുല്ലാബു എന്നാണ് പറയുക, ദഹബൂത്തുല്ലാബു എന്ന് പറയില്ല. ദഹബത്തുല്ലാബു. അപ്പൊ എന്താണ്? ദഹബ എന്ന ക്രിയ മുമ്പേ വന്നു, തുല്ലാബ് പിന്നീട് വന്നു. അപ്പൊ ക്രിയ മുമ്പേ വന്നാൽ ക്രിയയുടെ ഏകവചനം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അതേസമയം ദഹബ സബ്ജക്റ്റ് ആദ്യമാണ് പറയുന്നതെങ്കിൽ അത്തുല്ലാബു ദഹബു എന്ന് ഉപയോഗിക്കണം. ദഹബ ആദ്യം വന്നാൽ ദഹബത്തുല്ലാബു എന്ന് പറഞ്ഞാൽ മതി. അതേസമയം തുല്ലാബ് ആദ്യം വന്നാൽ ക്രിയ പിന്നീടാണ് വരുന്നതെങ്കിൽ അത്തുല്ലാബു ദഹബു എന്ന് പറയാം. അതേപോലെ അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ എന്ത് ചെയ്തു? പുല്ലിംഗമായപ്പോൾ എന്ത് ചെയ്തു? ക്രിയ ആദ്യം വന്നപ്പോൾ ക്രിയ മാത്രം പറഞ്ഞാൽ മതി. ക്രിയ ഏകവചനത്തിൽ പറഞ്ഞാൽ മതി, ക്രിയ മാത്രം പറഞ്ഞാൽ മതി. ദഹബത്തുല്ലാബു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ അത്തുല്ലാബു ദഹബു എന്നും പറഞ്ഞു. ഇനി അപ്പോ ദഹബത്തുല്ലാബു എന്ന് പറയുന്നിടത്ത് അത്തുല്ലാബു എന്ന് പകരം അത്താലിബാത്താണെങ്കിൽ അല്ലെങ്കിൽ ബനാത്താണെങ്കിൽ എന്ത് പറയണം? ദഹബത്ത് എന്ന് സ്ത്രീലിംഗം പറയണം. ദഹബത്ത് അൽ ബനാത്ത് എന്ന് പറയണം. ദഹബത്ത് അൽ ബനാത്ത്. പിന്നെ അവിടെ വേറൊരു വിഷയം വരുന്നുണ്ട്. ദഹബത്ത് എന്നതിന് സുക്കൂൻ വരുന്നുണ്ട്, പിന്നെ അൽ ബനാത്തിന്റെ ലാമിന് സുക്കൂൻ ഉണ്ട്. അപ്പൊ ആ സുക്കൂനും ദഹബത്തിന്റെ സുക്കൂനും കൂടെ ചേർന്ന് വന്നാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ സുക്കൂൻ മാറ്റണം. ആദ്യത്തെ സുക്കൂൻ മാറ്റണം. പിന്നീട് നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു. സ്ത്രീലിംഗത്തിന്റെ ഓപ്പൺ ത സുക്കൂൻ മാറ്റേണ്ടി വരുമ്പോൾ കെസ്ർ കൊടുത്താണ് മാറ്റുക. മന്നിന് സുക്കൂൻ മാറ്റേണ്ടി വരുമ്പോൾ കെസ്ർ കൊടുത്താണ് സുക്കൂൻ മാറ്റുക. മിന്നിന് സെക്കൂൻ മാറ്റേണ്ടി വരുമ്പോൾ ഫത്ഹ കൊടുത്താണ് മാറ്റുക. അപ്പോ ചില സ്ഥലത്ത് അങ്ങനെ ഓരോന്നിനും ഓരോ ഒരു ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ചാണ് സുക്കൂൻ മാറ്റേണ്ടത്. അപ്പൊ ഈ ക്രിയയുടെ സുക്കൂൻ മാറ്റുമ്പോൾ ക്രിയയിലുള്ള തായിന്റെ സുക്കൂൻ മാറ്റുമ്പോൾ ദഹബത്ത് എന്നതിന്റെ സുക്കൂൻ മാറ്റുമ്പോൾ കെസ്ർ കൊടുത്താൽ മതി. അപ്പൊ ദഹബത്തിൽ ബനാത്തു. ഇനി അൽബനാത്ത്, അവിടെ അൽബനാത്ത് ആദ്യം വന്നാൽ അൽബനാത്തു ദഹബിന എന്ന് പറയാം. അപ്പോ ദഹബു അവർ ആണുങ്ങൾ പോയി, ദഹബിന ആ പെണ്ണുങ്ങൾ പോയി. ദഹബിന നീട്ടാത്ത ദഹബിന. അപ്പോ ബനാത്ത് എന്ന് പറയുമ്പോ അപ്പൊ ലാമിനെ സുക്കൂൻ ഉച്ചരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അപ്പോഴും കസ്റ തന്നെ വരിക? അതെ, ലാമിന്റെ സുക്കൂൻ ഉച്ചരിച്ചാലും ഉച്ചരിച്ചില്ലെങ്കിലും അവിടെ ഒരു സുക്കൂൻ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തേതിനെ സുക്കൂൻ മാറ്റിയിട്ട് രണ്ടാമത്തേതിന്റെ സുക്കൂൻ പറയും. അവിടെ തുല്ലാബാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ താലിബാത്താണെങ്കിൽ എന്ത് ചെയ്യും? ദഹബത്തി താലിബാത്തു. അവിടെയും അല്ല, ആ അൽഫ്ലാമിന്റെ അല്ലിന് എന്താണ്? സുക്കൂനാണ്. പിന്നീട് ദഹബത്തി അവിടെ വന്നപ്പോൾ ദഹബത്ത് അവിടെ വന്നപ്പോൾ താലിന് സുക്കൂൻ മാറ്റി കസ്ർ കൊടുക്കണം. അപ്പൊ ദഹബത്തി താലിബാത്ത് എന്ന് പറയും. അപ്പൊ അത്താലിബാത്ത് എന്ന് പറയുമ്പോ ആ അല്ലിന് സുക്കൂനാണ്. പിന്നീട് താന് ഷെദ് കൊടുത്തു. ഇനി ഷെദ് കൊടുത്താൽ എന്താ ശരിക്കും അതിന്റെ ആശയം? ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേന് ഫത്തഹും അല്ലെങ്കിൽ അടയാളവുമാണ് എന്നാണ് വരിക. ഷെദ് കൊടുത്താലും അവിടെ എന്തുണ്ട്? സുക്കൂനുണ്ട്. അത് ഉറൂഫ് ശംസിയ. അതെ, ഉറൂഫ് ശംസിയ ആണെങ്കിലും കമരിയാണെങ്കിലും എന്താണ്, എവിടെ നമ്മൾ ഷെദ് കൊടുത്താലും
ഷെദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് അടയാളവും എന്നാണ്, സ്വരചിഹ്നവും എന്നാണ്. അപ്പൊ അത്താലിബാത്ത് എന്ന് പറഞ്ഞാലും അവിടെ ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് അടയാളവുമാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ലാമാണ്. ലാമിനെയാണ് അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്തിട്ട് ഷെദ് കൊടുക്കുന്നത്. ലാം ഉച്ചരിക്കുന്നില്ലെങ്കിലും ലാം ഉച്ചരിക്കുന്നില്ലെങ്കിൽ അവിടെ ലാം എഴുതും. അപ്പോ ഒറിജിനലി അവിടെ ലാമിനാണ് സുക്കൂൻ. അത്താലിബാത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ത്വാ അല്ല ഉള്ളത് അവിടെ, ഒരു ലാമും ഒരു ത്വായുമാണ് ഉള്ളത്. ആ ലാമിന്റെ സുക്കൂനാണ്, പക്ഷെ പറയുമ്പോൾ ലാമിന് പകരം ത്വായാണ് പറയുന്നതേ ഉള്ളൂ. അതേപോലെ ഫതഹൽ വലതുൽ ബാബ. അപ്പൊ നമ്മള് കർത്താവിന്റെ അടയാളം പഠിച്ചു. കർത്താവിന്റെ അടയാളം റഫ് ആണ്, അല്ലെങ്കിൽ അത് റഫിനെ അടയാളപ്പെടുത്തുന്ന ലമ്മത്ത് കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ലമ്മത്ത് കൊണ്ടാണ് റഫിനെ അടയാളപ്പെടുത്തുക എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി പിന്നെ ബഹുവചനം വരുമ്പോൾ വേറെ കാര്യം പഠിക്കും. ഇനി മഫ്ഊലുൻ ബിഹി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫതഹയുടെ മഫ്തൂഹ് എന്ന് പറയുമ്പോൾ അത് ഫതഹയുടെ ഇസ്മുൽ മഫ്ഊലാണ്. ഇനി സെന്റൻസിൽ വരുമ്പോൾ സെന്റൻസിലെ മഫ്ഊലിനെ മഫ്ഊലുൻ ബിഹി എന്നാണ് പറയുക. മഫ്ഊല് പല ഇനങ്ങളുണ്ട്, അതും കൂടെ ഈ കൂട്ടത്തിൽ മനസ്സിലായി. നമ്മൾ രണ്ടാം ഭാഗം പഠിച്ചു കഴിഞ്ഞില്ലേ. മഫ്ഊല് പല ഇനങ്ങളുണ്ട്, അതുകൊണ്ടാണ് മഫ്ഊലിനെ പറയുന്നിടത്ത് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ മഫ്ഊൽ എന്ന് പറയുന്നത് മഫ്ഊലുൻ ബിഹിയാണ്. ഏതിനെ കൊണ്ടാണ് പ്രവൃത്തി ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ ഏതാണ് ആ പ്രവൃത്തിയുടെ ഫലമേറ്റത്, അതിന് എന്ത് ചെയ്യും, മഫ്ഊൽ ബിഹി എന്നാണ് പറയുക. പിന്നെ വേറെ മഫ്ഊലൊക്കെ പിന്നെയുള്ള നമ്മൾ സീനിയർ ലെവല് മാസ്റ്റർ ഡിഗ്രിയിലൊക്കെ പഠിക്കാം. അപ്പൊ മഫ്ഊൽ ബിഹി എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഒരു ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതായ ഫായിലിന് പറയുന്നത് ഇസ്മുൽ ഫായിൽ എന്നും അതിന്റെ മഫ്ഊലിന് പറയുന്നത് ഇസ്മുൽ മഫ്ഊൽ എന്നുമാണ്. വാക്യത്തിലെ മഫ്ഊലിന് പറയുന്നത് മഫ്ഊലുൻ ബിഹി എന്നാണ്. ഫായിലിന് പറയുന്നത് വാക്യത്തിന്റെ ഫായിലിന് ഫായിൽ എന്ന് തന്നെ പറയും, മറ്റൊരു ഇസ്മുൽ ഫായിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫതഹൽ വലതുൽ ബാബ എന്ന് പറഞ്ഞാൽ ബാബ് മഫ്ഊലുൻ ബിഹി ആണ്. അപ്പൊ ചോദിക്കുക, ഏതാണ് കർത്താവ് ഏതാണ് കർമ്മം എന്ന് അറിയണമെങ്കിൽ ആ സെന്റൻസ് ആദ്യം വായിച്ചിട്ട് ഒരു രണ്ട് ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാല് പിന്നെ ഉറക്കെ ചോദിച്ചോ. ഫതഹൽ വലതുൽ ബാബ എന്ന് ചോദിച്ചാൽ മൻ ഫതഹ, ആരാ തുറന്നത്? അൽ വലദ്, ആൺകുട്ടിയാണ് തുറന്നത്. അപ്പൊ ആൺകുട്ടിക്ക് എന്തുണ്ട്? ലമ്മത്തുണ്ട്. എന്തിനെ തുറന്നു, എന്ത് തുറന്നു, അല്ലെങ്കിൽ എന്തിനെ തുറന്നു എന്ന് ചോദിച്ചാൽ ബാബിനെ തുറന്നു. അപ്പൊ ആ ബാബിന് ഫതഹ കൊടുക്കണം, അല്ലെങ്കിൽ നെസ്ബ് ചെയ്യണം. അതിനെ നെസ്ബ് ചെയ്യണം. ഇവിടെ ഫതഹത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത്. അപ്പോ മഫ്ഊലുൻ ബിഹിയുടെ അടയാളം കിട്ടി, ഫാലിന്റെ അടയാളം മഫ്ഊലുൻ ബിഹിയുടെ അടയാളം കിട്ടി. ഫതഹൽ വലതുൽ ബാബ. ഇനി al-bab is maf'ulun bihi and so it is mansub. Here are some more example. Ra'aytu hamidan. അപ്പൊ നേരത്തെ പറഞ്ഞത് ഫതഹൽ വലദു ഒരു ദമ്മേ ഉള്ളൂ, അൽ ബാബ ഒരു ഫതഹേ ഉള്ളൂ. അപ്പോ അവിടെ കർത്താവിന്റെ സ്ഥാനത്തോ ക്രിയയുടെ സ്ഥാനത്തോ അല്ല കർത്താവിന്റെ സ്ഥാനത്തോ കർമ്മത്തിന്റെ സ്ഥാനത്തോ എന്ന് വന്നില്ലെങ്കിലും അതിന് അൽ വലദു എന്ന് അൽ ബാബു എന്നേ പറയുള്ളൂ. അൽ വലദു അൽ ബാബു. അപ്പോ ഒരടയാളമേ ഉള്ളൂ അവിടെ. അൽ വലദിനും അൽ ബാബിനും ഒരടയാളവും, തൻവീനില്ല. അതേസമയം റഅയ്തു ഹാമിദൻ, ഹാമിദിനെ ഞാൻ കണ്ടു. അപ്പൊ ഹാമിദൻ എന്നത് അവിടെ ആ സെന്റൻസിന്റെ സ്ഥാനത്ത് വന്നില്ലെങ്കിലും അത് ഒറ്റയ്ക്ക് പറയുമ്പോൾ ഹാമിദുൻ എന്നാണ് പറയുക. അപ്പൊ അവിടെ അതിനെന്തുണ്ട്? തൻവീൻ ഉണ്ട്, തൻവീൻ ഉള്ള നാമമാണ്. അപ്പോൾ ആ തൻവീനുള്ള നാമത്തിന് റഅയ്തു ഹാമിദൻ അതിന്റെ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്ത് വന്നാൽ അപ്പൊ എന്ത് ചെയ്യണം? ഫതഹത്തും കൊടുക്കണം, തൻവീനും പറയണം. അപ്പൊ റഅയ്തു ഹാമിദൻ, അപ്പൊ തൻവീനുള്ളതാണ് അടയാളം. സഅലത്തിൽ മുദീറത്തു സൈനബ, എന്താ അർത്ഥം? സഅലത്തിൽ മുദീറത്തു സൈനബ, ഹെഡ് മാസ്റ്റർ സൈനബയോട് ചോദിച്ചു. ഹെഡ് മാസ്റ്റർ സൈനബിനോട് ചോദിച്ചു. മിസ്ട്രസ് ആണ്. സോറി, ഹെഡ് മിസ്ട്രസ്.
ഹെഡ് മിസ്ട്രസ് ജൈനബിനോട് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പം പവർഫുൾ ആണെന്ന് മെമ്മറി. തിരക്കുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നത്. കാരണം തിരക്കിന്റെ ഇടയിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും. അതായത് മൾട്ടിപ്പിൾ ടാസ്ക് ആണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു മൈൻഡിന് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ ചെയ്ത ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മൾട്ടിപ്പിൾ ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതേപോലെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഓഫീസിൽ ഞാൻ ഒരു ഒറ്റ വർക്ക് മാത്രമായിരുന്നു ചെയ്യുന്നത്. വേരിയസ് ടൈപ്പ് ഓഫ് വർക്കാണ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ആണെന്ന് പറയും. മൾട്ടിപ്പിൾ ടാസ്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ശരിക്കും. ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ വേറെ എന്തെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അയാൾ എന്തല്ല, അയാൾ പല വർക്കിനും ക്വാളിഫൈഡ് ആണ്, പക്ഷെ ഒരു വർക്കിനും എക്സാക്ട്ലി ക്വാളിഫൈഡ് ആണ്. അപ്പൊ അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയും എനിക്ക് ഏത് വർക്ക് എന്നാലും ഞാൻ ചെയ്യാന്ന് പറയും. ഞാൻ ഏത് വർക്ക് എന്നാലും ചെയ്യാന്ന് പറയുന്നത് ആൾ ക്വാളിഫൈഡ് അല്ലെന്നാണ് അർത്ഥം. അപ്പൊ എനിവേ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ആൾക്ക് മെമ്മറി പെട്ടെന്ന് വർക്ക് ചെയ്യണം. കാരണം പല കാര്യങ്ങളിലും പല സന്ദർഭത്തിലും പല കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ശരിബർ റജിലുൽ മാ. ശരിബർ റജിലുൽ മാ. അപ്പൊ റജിലു കർത്താവാണ്, അതിന് ലമ്മത്ത് കൊടുത്തു, മാന് ഫതഹത്ത് കൊടുത്തു. അപ്പോ റജുല് റഫ് ചെയ്യപ്പെട്ടു, മാ നസ്ബ് ചെയ്യപ്പെട്ടു. കാരണം റജുല് ഷെരിബയുടെ കർത്താവാണ്, മാ ഷെരിബയുടെ മഫ്ഊലുൻ ബിഹിയാണ്. സഅൽ വലദു ഉമ്മഹു. സഅൽ വലദു ഉമ്മഹു. അപ്പൊ ഇവിടെ ഈ ഉദാഹരണം ഇവിടെ കൊടുക്കാൻ കാരണം നസ്ബ് ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് നസ്ബ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, ആ നാമത്തിന് നസ്ബ് ചെയ്യണം. സഅൽ വലദു കുട്ടി ചോദിച്ചു, ഉമ്മഹു എന്റെ ഉമ്മയോട്. അപ്പൊ ഉമ്മൻ എന്നതാണ് നാമം. ആ നാമത്തിലാണ് നസ്ബ് ചെയ്യാൻ്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നസ്ബ് ചെയ്യപ്പെടുമ്പോൾ ആ നാമത്തിന്റെ അവസാനത്താണ് ഫതഹ് വരുന്നത്. ഞാൻ എന്റെ മൈൻഡിൽ നിന്ന് പറഞ്ഞാണ്. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് എക്സാമ്പിൾ ദ മഫ്ഊൽ ബിഹി ഈസ് ആൻഡ് സോ ഇറ്റ് ടേക്സ് ദ എൻഡിങ് ആൻഡ് ദ പ്രോനോൺ ഹു ഈസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ആ നാമത്തിന്റെ ഭാഗമല്ല ഹു, അതുകൊണ്ട് അതിനല്ല ഫതഹ് കൊടുക്കേണ്ടത്. റഅയ്തു ബൈതക, അതേപോലെയുള്ള ഉദാഹരണമാണ് റഅയ്തു ബൈതക. ഹിയർ ആർ സം മോർ എക്സാമ്പിൾസ് ഓഫ് ദിസ് കൈൻഡ്. റഅയ്തു ബൈതക എന്ന് പറഞ്ഞാൽ കാഫിന് ഫതഹ് കിടക്കുന്നതല്ല നസ്ബ്, മറിച്ച് എന്താണ്, ബൈത്തിനാണ് നസ്ബ് ഉള്ളത്, അതാണ് നസ്ബ്, അതാണ് ഫതഹത്ത്. മറ്റത് അൽ ഫതഹു മാറി വരുന്നതാണ് അൽ ഫതഹത്തു വൽ കസ്റത്തു വൽ ലമ്മത്തു എന്ന് പറയുന്നത്. മാറാത്ത എന്താണ്, അൽ ഫതഹു വൽ കസ്റു വൽ ലം. ഐസ റഅയ്തു ബൈതക, ഐസ യുവർ ഹൗസ്. അതേപോലെ ഫതഹത്ത് ത്വാലിബു കിതാബഹു. ഫതഹത്ത് ത്വാലിബു കിതാബഹു, സ്റ്റുഡന്റ് ഓപ്പൺ ഹിസ് ബുക്ക്. അപ്പൊ കിതാബിനാണ് നസ്ബ് ചെയ്യേണ്ടത്, അതാണ് കിതാബിനാണ് അത് മുഖേനയുള്ള ഫതഹത്ത് വന്നിരിക്കുന്നത്, ഹൂനല്ല. റഅയ്തു ബിലാലൻ വസഅൽതുഹു. അപ്പോ ഈ സർവനാമം എന്താകാം, ഈ മഫ്ഊലുൻ ബിഹി എപ്പോഴും ഒരു പ്രത്യേക നാമമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മഫ്ഊലുൻ ബിഹി ഒരു സർവനാമവുമാകാം. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന റഅയ്തു ബിലാലൻ, ഞാൻ ബിലാലിനെ കണ്ടു. അപ്പൊ അവിടെ മഫ്ഊലുൻ ബിഹി, ബിലാൽ മഫ്ഊലുൻ ബിഹിയാണ്, അവിടെ വ്യക്തമായ നാമം തന്നെ ഉണ്ട്. വസഅൽതുഹു, സഅൽതു ഞാൻ ചോദിച്ചു, ഹു അവനോട്. അപ്പൊ എന്താണ്, സഅൽതു ഹു എന്നപ്പോ ഹു ആണ് അവിടുത്തെ മഫ്ഊലുൻ ബിഹി. അവിടെ അടയാളം തേടി പോകേണ്ട കാര്യമില്ല, കാരണം ളമാഇറു കുല്ലുഹ മബ്നിയ്യത്തുൻ. സർവനാമങ്ങളെല്ലാം എന്താണ്, മബ്നിയാണ്, അന്ത്യം ഉറച്ചതാണ്. അപ്പൊ സഅൽതു ഹു എന്നാണ്, സഅൽതു ഞാൻ ചോദിച്ചു, ഹൂവിന് എന്ത് വേണം, നസ്ബ് വേണം. അത് നസ്ബിന്റെ സ്ഥാനത്താണ്, പക്ഷേ അവിടെ ഹൂവിന്റെ ലമ്മ് അവിടെ ഉണ്ട്, അത് മാത്രമേ കാണുള്ളൂ. അത് അതാണ് മറഞ്ഞ ലമ്മത്ത് കൊണ്ടാണ് അതിന് എന്ത് ചെയ്തിരിക്കുന്നത്, അതിന് ഫതഹത്ത് കൊണ്ടാണ് അതിനെ നസ്ബ് ചെയ്തിരിക്കുന്നത്. നൂൻ ഓഫ് തൻവീൻ. അപ്പൊ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, അവസാനമായി ഇത് തീർക്കുന്നതിന് മുമ്പ് അവസാനമായി മനസ്സിലാക്കേണ്ടത്,
നൂൻ, ഒരു നൂൻ ഉണ്ടല്ലോ, നമ്മളെ ബിലാലുൻ, ഹാമിദുൻ എന്നൊക്കെ പറയുമ്പോൾ തൻവീനിന്റെ അവസാനത്തെ അക്ഷരം എന്താണ്? ഒരു നൂനാണ്. ഉച്ചാരണത്തിൽ ഒരു നൂനാണ് വരുന്നത്. കിതാബുൻ, വലതുൻ, ബിന്തുൻ, ഉസ്താദുൻ, ബനാത്തുൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? തൻവീൻ എന്ന് പറഞ്ഞാൽ അവസാനം ഒരു നൂനിന്റെ, ഒരു സുക്കൂനുള്ള നൂനാണ് അവസാനത്തിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കസറത്ത് കൊടുത്ത് സുക്കൂൻ മാറ്റിയതുപോലെ ഇവിടെ ബിലാലുൻ എന്ന് പറഞ്ഞെടുത്ത് അതിന് ശേഷമുള്ളത് പിന്നെ ഒരു സുക്കൂൻ ഉള്ളതാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ തൻവീനിന്റെ നൂനിന് കസറ് കൊടുത്താണ് സുക്കൂൻ മാറ്റിയത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരിബ ഹാമിദുനിൽ മാഅ, ശരിബ ഹാമിദുനിൽ മാഅ. കാരണം ഹാമിദുൻ എന്ന് പറഞ്ഞെടുത്ത് തൻവീൻ വന്നപ്പോൾ അതിന്റെ അവസാനത്തെ അക്ഷരം സുക്കൂനുള്ള നൂനാണ്. അൽ മായിലെ ലാമിന് സുക്കൂനാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹാമിദുൻ എന്ന തൻവീനിലെ അവസാനത്തെ അക്ഷരമായ സുക്കൂൻ മാറ്റി, നൂനിന്റെ സുക്കൂൻ മാറ്റിയിട്ട് കസ്റ് കൊടുക്കണം. അപ്പോ തൻവീനിന്റെ നൂനിന്റെ സുക്കൂൻ മാറ്റുമ്പോൾ എന്താ അടയാളം കൊടുക്കുക? കസ്റാണ് കൊടുക്കുക. അപ്പൊ ശരീബ ഹാമിദുനിൽ മാഅ, ശരീബ ഹാമിദുനിൽ മാഅ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ മദീന മുസ്തഫ് വന്നതോടുകൂടി പിന്നെ നമ്മൾ അവിടെ നീ എഴുതുന്ന സംഭവം ഇല്ല. നമ്മുടെ പഴയ പൊന്നാനി മുസ്താഫില് അല്ലെങ്കിൽ മലബാർ മുസ്താഫില്, പഴയ പ്രിന്റില് അവിടെ ഒരു നീ എഴുതിയിട്ടുണ്ടാവും, ഒരു നൂനിട്ടിട്ട് അവിടെ കെസിട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം അവിടെ നീ വേണം എന്നറിയാം. അതേസമയം മദീന മുസ്താഫില് ആ നീ കാണൂല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ നീ കൊടുത്താണ് വായിക്കേണ്ടത്. സഅല ബിലാലുവിന് അപ്പൊ ഔ ലഹുവൻ ഇൻഫദ്ദു വഇദാ റഅൗ തിജാറതൻ ഔ ലഹുവൻ ഇൻഫദ്ദു. നാളെ ഓതുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ഔ ലഹുവൻ ഇൻഫദ്ദു, ലഹുവൻ ഇൻഫദ്ദു എന്നാണ്. അപ്പൊ ഇൻഫദ്ദു എന്ന് പറഞ്ഞിടത്ത് ഹംസത്തുൽ വസ്ലിന്റെ അടയാളമല്ല നോക്കുന്നത്. ഇൻഫദ്ദു ഹംസത്തുൽ വസ്ൽ കഴിഞ്ഞ അടുത്ത അക്ഷരത്തിന് നൂന് സുക്കൂനാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിന് ലഹുവന്റെ നൂനും ഈ ഇൻഫദ്ദുവിന്റെ നൂനും തമ്മിൽ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ലഹുവന് കസോട്, ലഹുവന്റെ തൻവീന്റെ നൂനിന് കസോട്. അപ്പൊ ആ ലഹുവൻ ഇൻഫദ്ദു അങ്ങനെ പല സ്ഥലങ്ങളിലും ഖുർആനിൽ കാണാം. അപ്പൊ അതേപോലെയാണ് ഇവിടെ സഅല ബിലാലുന്, രണ്ടാമത്തെ വാക്ക് സഅല ബിലാലു നിബിനഹു, സഅല ബിലാലു നിബിനഹു. അപ്പൊ ഒരു ലമ്മും പിന്നെ കസറുള്ള നൂനുമാണ് ഉപയോഗിക്കേണ്ടത്. സമിയ ഫൈസലുനിൽ അദാന, സമിയ ഫൈസലുനിൽ അദാന. ഫൈസല് അദാൻ കേട്ടു. മലയാളത്തിൽ പറയുമ്പോൾ അദാൻ കേട്ടെന്നാണ് പറയുന്നത്. അതായത് അദാനിനെ കേട്ടു എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അദാൻ കേട്ടു എന്ന് പറയുമ്പോൾ അദാനിന് ചെവിയില്ലാത്തതുകൊണ്ട് അദാൻ കേട്ടത് മനുഷ്യനായിരിക്കും, കേട്ടത് അദാനിനെ എന്ന് മനസ്സിലാക്കിക്കോളും. പൂവ് പറിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പൂവ് പറിച്ചു എന്ന് പറയുമ്പോൾ പൂവിനെ പറിച്ചു എന്നാണ് ശരിക്കും വാക്ക്. ഇതിലൊന്നും ആരും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് മലയാളം പഠിക്കുമ്പോൾ പറയുന്നില്ല. അറിവ് പഠിക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് എല്ലാവരും പറയും അല്ലെ? മലയാളത്തിൽ പൂവിനെ പറിച്ചു എന്നാണോ പറയുന്നത്? ഞാൻ വാതിലിനെ തുറന്നു എന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ വാതിൽ തുറന്നു, ഞാൻ ഷോപ്പ് തുറന്നു എന്ന് പറയും. ഞാൻ ഷോപ്പിനെ തുറന്നു എന്നല്ല പറയുന്നത് എന്നതുപോലെ. അപ്പം അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, അപ്പൊ നമ്മൾ ദഹബ ദഹബു, ദഹബത്ത ദഹബത്തും, ദഹബത്ത ദഹബിന എന്നൊക്കെ പഠിക്കുവാൻ്റെ മറ്റു രൂപങ്ങളും എല്ലാം നമ്മൾ പഠിക്കും. അപ്പൊ അതിന്റെ 3 അടിസ്ഥാന അക്ഷരങ്ങൾ എപ്പോഴും അവിടെ തന്നെ വേണം. കത്തബ അല്ലെങ്കിൽ ഫതഹ എടുത്താൽ ഫതഹ ഫതഹു അല്ലെങ്കിൽ ഫതഹ ഫതഹ ഫതഹു എന്ത് പറഞ്ഞാലും ആ പറഞ്ഞ 3 അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് അതിന്റെ ബേസിക് ലെറ്റേഴ്സ്, അടിസ്ഥാന അക്ഷരങ്ങൾ. ഈ അടിസ്ഥാന അക്ഷരങ്ങൾക്ക് ഒന്നാമത്തെ അക്ഷരം, മധ്യത്തെ അക്ഷരം, അവസാനത്തെ അക്ഷരം ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് റാഡിക്കൽ, സെക്കൻഡ് റാഡിക്കൽ, തേർഡ് റാഡിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് പകരം യഥാർത്ഥത്തിൽ ഏറ്റവും അനുയോജ്യമായ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ അക്ഷരവും മധ്യത്തെ അക്ഷരം, അവസാനത്തെ അക്ഷരം. മധ്യത്തെ അക്ഷരം എന്ന് പറയണം. കാരണം ഇപ്പൊ ദഹബൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കത്തബൂ എന്ന് പറഞ്ഞു. അപ്പോ രണ്ടാമത്തെ അക്ഷരം തായാണ്. പക്ഷെ കാത്തിബ് വന്നപ്പോഴത്തേക്കോ
കാത്തിബ് വന്നപ്പോഴത്തേക്ക് കാഫ് കഴിഞ്ഞിട്ട് അലിഫാണ് രണ്ടാമത്തെ അക്ഷരം, താ മൂന്നാമത്തെ അക്ഷരമായി. അതേസമയം കാത്തിബ് എന്ന് പറഞ്ഞ ഇടത്തിൽ കാഫ് ഫസ്റ്റ് ലെറ്റർ ആണ്, താ മിഡിൽ ലെറ്റർ ആണ്, ബ എൻഡ് ലെറ്റർ ആണ്. മിഡിൽ ലെറ്റർ ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ബേസിക് ലെറ്റേഴ്സ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ബേസിക് ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് ഒരു ക്രിയയെ, ഇപ്പൊ ഉദാഹരണമായിട്ട് സ്ഥാനല്ല ഇസ്തഗ്ഫർ എടുക്കുക. ഇസ്തഗ്ഫറിലെ 3 അടിസ്ഥാന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫഅയിന്, ഫഅറാണ്. ഏതൊക്കെയാണ്? ഗൈന്, ഫ, ഫഅയിന്, ഫഅറാണ്. ആണ് അതിലെ ബേസിക് ലെറ്റേഴ്സ്. അപ്പൊ അതേപോലെ തന്നെ മഗ്ഫിറത്തിന്റെ അടുത്ത് നോക്കിയാൽ അതില് ആ 3 അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും. അല്ല, ഈ ഇസ്തിഗ്ഫാർ എടുക്കും. അപ്പം ഗഫറ എന്ന് പറയുന്നത് ഇസ്തഗ്ഫറയിലെ ക്രിയാധാതുവാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഇസ്തഗ്ഫറയിലെ 3 അടിസ്ഥാന അക്ഷരം മാറാതെ അവിടെ തന്നെ ഉണ്ടാവും. മുസ്തഗ്ഫിർ എന്ന് പറയുമ്പോഴും, മുസ്തഗ്ഫിറുൻ എന്ന് പറയുമ്പോഴും, മുസ്തഗ്ഫർ എന്ന് പറയുമ്പോഴും, ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോഴും, ഇസ്തഗ്ഫർന എന്ന് പറയുമ്പോഴും, ഇസ്തഗ്ഫറത്ത് എന്ന് പറഞ്ഞാലും, ഇസ്തഗ്ഫർന എന്ന് പറഞ്ഞാലും എപ്പോഴും ഈ 3 അടിസ്ഥാന അക്ഷരം അവിടെ തന്നെ ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ ഡിക്ഷണറിയിൽ പരിശോധിക്കണമെങ്കിൽ ഈ 3 ഇസ്തഗ്ഫർ എവിടെ നോക്കണം? നമ്മൾ ഹംസിന്റെ അല്ലെങ്കിൽ അലിഫിന്റെ കൂട്ടത്തിലല്ല നോക്കേണ്ടത്. ഇസ്തഗ്ഫർ നോക്കുമ്പോൾ ഗൈന് കൊണ്ട് തുടങ്ങുന്ന പേജിലാണ് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കേണ്ടത്. ഗഫറ നോക്കിയാലാണ്, ഗഫറയുടെ കൂട്ടത്തിലാണ് ഇസ്തഗ്ഫർ ഉണ്ടാവുക. അല്ലാതെ അലിഫ്, സീന്, താ ഇങ്ങനെയല്ല അത് ഡിക്ഷണറിയിൽ ഉണ്ടാവുക. അതിന്റെ ബേസിക് ലെറ്റർ ഏതാണ്, അവിടെ വെച്ചിട്ടാണ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, അത് വെച്ചിട്ടാണ് ആ ക്രിയയെ കുറിച്ച് പഠിക്കുന്നത്. ഇതാണ് ഇത്രയും ഈ പാഠത്തിൽ ഇപ്പൊ നമ്മള് 3, 4, 5 പാഠങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. 20 കഴിഞ്ഞാല് അടുത്ത ക്ലാസ് 27, അതായത് റമദാന്റെ തലേന്ന്. 28-ാം തീയതി രാത്രി റമദാൻ അല്ലേ? 28-ാം തീയതി രാത്രി റമദാൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അതിന് തലയ്ക്കുന്ന ദിവസം ചന്ദ്രനെ കാണാനുള്ള അവസ്ഥയില്ല. ശേഷം ചന്ദ്രനെ കൂടുതൽ സമയം കാണാൻ പറ്റും. അതാണ് എന്താ പറയുന്നത്, അതിന്റെ ആലിമ്യങ്ങൾ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ നാസർ വന്നില്ലേ? നാസർ സാഹിബ് വായിച്ചൊക്കെ ഇടുന്നുണ്ട്. ആരെങ്കിലും കേട്ട് നോക്കിയിട്ട് ആരും ഒന്നും കുറ്റമൊന്നും പറയുന്നില്ല. ഞാനും സത്യം പറഞ്ഞാൽ കേട്ടു നോക്കാൻ പറ്റിയില്ല എനിക്ക്. ഒരാളെ വെക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ ആളെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി സമയം കിട്ടി. അതാണ് വേറെ പ്രശ്നം. നാളെ പാഠം വായിച്ചിട്ട് വോയിസിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴ് എന്തായില്ല, അയാൾ ഒറ്റ വോയിസ് കേട്ടിട്ട് അയാളെ വേണ്ടി ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് സംവിധാനം കാണും. നാസറുമായി തുടരുക, കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ളവരെ കേട്ടിട്ട് അതിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം. അത് ഞാൻ പറയുന്നുണ്ട് അതിന്റെ അകത്ത് ലാസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് പറയുക. എക്സാം നമുക്ക് റിവിഷൻ തീരട്ടെ, റിവൈസ് ചെയ്ത് തീർന്നിട്ട് എക്സാം ചെയ്യാം. റമദാന് ഒഴിവല്ലേ? റമദാനിൽ പൊതുവെ എക്സാം വേണ്ടെന്നാണ് പറയുന്നത്. എന്റെ അഭിപ്രായം എന്താണ്? റമദാന് ഒഴിവന്ന് റമദാൻ കഴിയൂല. റമദാനിൽ കഴിയാത്തത് എന്താണ്? റമദാന് പിന്നെ തറാവീഹ് എന്തൊക്കെ പോയി വരും, പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേന് കുറച്ച് നമ്മൾ മൊത്തത്തിൽ റീഷെഡ്യൂൾ ചെയ്യണം റമദാനിൽ. എന്താ സാർ? റമദാനിനെ മൊത്തത്തിൽ നാം റീഷെഡ്യൂൾ ചെയ്യണം. റമദാനിനെ മൊത്തത്തിൽ നമ്മൾ റീഷെഡ്യൂൾ ചെയ്യണം, സുന്നത്തിനെ ഹയാത്താക്കണം. ഇപ്പൊ ഞാനായിരുന്നാലും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. തറാവീഹിന് പോയിട്ട് ഖിയാമുൽ ലൈലിലെ സമയത്ത് എഴുന്നേറ്റ് സാധിക്കുന്നത്ര നമസ്കരിക്കലാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തറാവീഹ് അല്ല, ഖിയാമുൽ ലൈലിനെ ഹയാത്താക്കിയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഹയാത്താക്കിയാൽ കുറെ വിഷയങ്ങൾ മാറും. നമ്മള് അറിവുള്ളവരെങ്കിലും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തൽപരരായ ആൾക്കാരെ
കുറച്ച് പേര് പള്ളിയിലേക്ക് വരാൻ പറയാം. അപ്പൊ അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുക. ഉം. അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ ഖിയാമിന്റെ ഒരു അവസാനത്തെ പകുതിയിലാണ്, അല്ലെങ്കിൽ അവസാനത്തെ 10-ലാണ് രാത്രി നിസ്കരിക്കേണ്ടെന്ന് ആരാ പറഞ്ഞു? അപ്പൊ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ പകുതി തറാവിയും നിസ്കരിച്ചിട്ട് പിന്നെ പകുതി ഒക്കെയാണ് നിസ്കരിക്കുന്നത്. ആ. ഇതെല്ലാം ഖിയാം ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം നമ്മൾ വരുത്തി വെച്ചതാണ്. 2 പ്രാവശ്യം നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ലോ, ആ. പറഞ്ഞോ? പറഞ്ഞില്ല. ഞാനടക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇനി ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് തറാവിന് വയ്ക്കള എന്ന് വിചാരിക്കും. അപ്പൊ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 2 സമയത്താക്കുന്നു. അവിടെയാണ് ഒരു സമയം നമ്മൾ നഷ്ടപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മൾ പിന്നെ സമയം എന്താ ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു തറാവി നിസ്കാരത്തിന് പോയി വരുന്നപ്പോ സമയം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ എവിടെയാണ് സമയം പോകുന്നത്? പിന്നെ പിന്നെ വർക്ക് ഓത്താണ്. ഓർക്കുണ്ട് വർക്ക്. ഓത്തുണ്ടെന്ന് പറയാത്തെന്താ നിങ്ങള്? അപ്പൊ ഓതി തീർക്കാനും പറഞ്ഞിട്ടില്ല. ഓത്ത് നിർത്തി വെച്ചേക്കണം ഉസ്താദെ. പരിഭാഷ കാരണം അവിടെ അപ്പൊ നീങ്ങുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന തീരുമാനിച്ചല്ലോ. അപ്പൊ റമദാനിലെ പരീക്ഷ നടത്തിക്കൂടെ? അത് കാണുന്നില്ല. പറഞ്ഞ ആളിനെ പിന്നെ കാണുന്നില്ല. ഓത്ത് നിർത്തി പറഞ്ഞ ആളിനെ കാണുന്നില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. കുഴപ്പം തന്നെയാണ്. പകലാക്കേണ്ട ഒരു പരീക്ഷ പകല. പകല് ജോലിയുണ്ട്. നമ്മൾ തദബ്ബറിന്റെ ക്ലാസ്സിൽ നമ്മൾ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഇനി പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാരോട് നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ഖുർആനും ഹദീസും തിരിച്ചും മറിച്ചും വായിക്കുക. അറബിയും തിരിച്ചും മറിച്ചും വായിക്കുക. അല്ലാതെ ഖുർആൻ അക്ഷര വായന ആദ്യം മുതൽ അവസാനം വരെ അക്ഷരം വായിച്ച് തീർക്കണമെന്ന് പറയും. ആരും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക? വായിച്ചിട്ട് പഠിച്ചിട്ട് അത് എഴുതി വെക്കുക. സമയം എഴുതി വെക്കുക. എത്ര സമയം? എന്നിട്ട് നിങ്ങൾ ടോട്ടൽ റമദാൻ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, എത്ര സമയം ഞാൻ റമദാനിൽ ഇൽമിന് വേണ്ടി ഉപയോഗിച്ചു. ഇൽമെന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കുകയല്ല. കുറെ പ്രസംഗങ്ങൾ കേൾക്കലുണ്ട്. എന്റേതടക്കം ക്ലാസ്സുകൾ കേൾക്കലല്ല പഠനം എന്ന് പറയും. നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക, ഇതിന്റെ എക്സസൈസ് എഴുതി നോക്കുക. അപ്പൊ എന്തായി? അത് നമ്മൾ ഈ പഠിക്കുന്നത് ആരെങ്കിലും ഗൾഫിൽ ജോലിക്ക് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രൊഫസർ ആകാൻ വേണ്ടി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജോലി കിട്ടും, എനിക്ക് 95,000 രൂപ 95,000 രൂപ 1,00,000 രൂപ ജോലി കിട്ടും, അതുകൊണ്ട് ഞാൻ മദീന അറബിക്ക് പഠിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നമ്മൾ പഠിക്കുന്നത് എന്തിനാ? ഖുർആൻ മനസ്സിലാവണം, ഖുർആന്റെ ലാംഗ്വേജ് മനസ്സിലാവണം, ഖുർആന്റെ ഭാഷ നമുക്ക് അറിയാൻ കഴിയണം. നമുക്ക് പിന്നെ ഹജ്ജിന് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം, അതേപോലെ ഉംറയ്ക്ക് പോകുമ്പോൾ സംസാരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീനിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് നമ്മൾ ലോകത്തുള്ള അറബിയെ പഠിക്കുന്നതെങ്കിൽ അതിന്റെ എക്സസൈസ് എഴുതിയാലും 700 ഇരട്ടി പ്രതിഫലം കിട്ടും. കസീറ. അതായത് ഖുർആൻ ഓതുന്നതിന് മാത്രമല്ല 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്നെന്ന് പറഞ്ഞത്. എവിടെയും പറഞ്ഞോ ഖുർആൻ ഓതുന്നതിന് മാത്രമാണ് 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്? 700 ഇരട്ടി പ്രതിഫലം എന്തിനു കിട്ടുമെന്ന് പറഞ്ഞത്? വൽ ഹസനതു മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫിൻ വ ഇലാ അളആഫിൻ കസീറ എന്ന് പറഞ്ഞു. ഒരു നന്മയ്ക്ക് 10 മുതൽ ഫ്രം 10 ആണ്, നോട്ട് അപ് ടു 10, ഫ്രം 10 to 700 ആൻഡ് ഇൻഫിനിറ്റീവ്. അപ്പോ ഒരു നന്മ നമ്മൾ അറബി ഭാഷ പഠിക്കുന്നത് ലുഗത്തുൽ ഖുർആൻ ആയതുകൊണ്ടാണെങ്കിൽ അതിലെ ഒരു എക്സസൈസ് എഴുതിയാലും അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതിയാലും എന്തായി? ഖുർആനിലെ ഒരു അക്ഷരം വായിച്ചത് പ്രതിഫലം കിട്ടിയാൽ മതി. അതേപോലെ നമ്മൾ ഇതെടുത്തിട്ട് ഈ പഠിച്ച എക്സസൈസുകളിൽ നമ്മൾ പഠിച്ച ഇപ്പോ അഫ്അൽ രൂപമാണെങ്കിലും അതേപോലെ ഫായില് ഫേല് ഫായില് മഫ്ഊല് ഇതിന്റെ അടയാളങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാലും എന്ത് കിട്ടി? 700 ഇരട്ടി പ്രതിഫലം കിട്ടി. ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് പ്രതിഫലമെങ്കിൽ സെക്കൻഡിനാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു അക്ഷരം വെച്ച് നോക്കാൻ പറ്റില്ല. ഒരു അക്ഷരം എഴുതിയിട്ട് പിന്നെ കുറച്ചു നേരം ചിന്തിക്കും, അപ്പോൾ അത്രയും സമയം പോയി.
അപ്പൊ എത്ര സെക്കൻഡ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു അത്രയും സെക്കൻഡ് നിങ്ങൾ എഴുതി വെക്കുക, ടൈം എഴുതി വെക്കുക കേട്ടാ. ഈ ക്ലാസ്സുകാർ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആക്ടിവിറ്റി റമദാനിലെ ഒരു ആക്ടിവിറ്റി ഇതാണ്. എന്താണ്? നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഹദീസ് ആണെങ്കിലും, അതായത് ലുഗത്ത് പഠിക്കാൻ വേണ്ടി ഹദീസ് എടുത്താലും, അതിനു വേണ്ടി അതിന്റെ ഭാഗമായി ഖുർആൻ എടുത്താലും, അതിന്റെ ഭാഗമായി ലുഗത്തുൽ അറബിയ, ദുറൂസുൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന പുസ്തകം എടുത്താലും, ഇതാണ് പഠിക്കുന്നതെങ്കിൽ, പഠനം ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിന് സെക്കൻഡിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം, ആ സമയം നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത് ചെയ്തു, ഇത്ര മണി മുതൽ ഇത്ര മണി ചെയ്യും. സോ ടോട്ടൽ മിനിറ്റ് ഇത്രയാണ്. എന്നിട്ട് റമദാൻ കഴിയുമ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ മിനിറ്റിനെ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ടോട്ടൽ മിനിറ്റ് കിട്ടും. ടോട്ടൽ മിനിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് ദിവസങ്ങളാക്കുക, ദിവസങ്ങളെ അതിന് അവേഴ്സ് ആക്കാം, അവേഴ്സിനെ ദിവസങ്ങളാക്കാം, ദിവസത്തെ മാസമാക്കി. ഇപ്പൊ എത്ര മാസം എത്ര മാസം നമ്മൾ ഞാൻ വർക്ക് ചെയ്തു, ഒരു മാസം ഉണ്ടെങ്കിൽ ഞാൻ എത്ര ദിവസം അതിൽ വർക്ക് ചെയ്തു. ആ ദിവസത്തിൽ നമ്മൾ 8 മണിക്കൂർ എടുത്താൽ മതി. മെയിൻ ആക്ടിവിറ്റി എന്ന് ഒരു ദിവസം എത്ര 8 മണിക്കൂർ. അപ്പൊ 8 മണിക്കൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമായിട്ട് കണക്കാക്കാം. അതല്ല പിന്നെ എന്താ പറയാ, 24 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് 10. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഓതി തീർത്തിട്ട് എങ്ങനെയെങ്കിലും തീർക്കുന്നില്ല. അതേപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നോമ്പ് എന്തിനാണ്? നമ്മുടെ ദറജ വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളെ ദറജ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മൾ നോക്കിയത്. നമ്മൾ ദറജ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തത്? ഒന്നാ നിങ്ങൾ എൽമിയായ കാര്യം നോക്കുമ്പോഴത്തേക്ക് അതിന്റെ പഠനമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് ഇതാണ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മുടെ റൂഹിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, ജസദിനല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, വസ്ത്രം നന്നായിട്ട് അലക്കി വെളുപ്പിക്കും. അതിൽ പിന്നെ ചിലരെന്ത് ചെയ്യും, അത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അതിൽ വേറെ എന്തൊക്കെ ലിക്വിഡൊക്കെ കൊടുത്തിട്ട് അയൺ ചെയ്ത് അങ്ങനെ തന്നെ ബലപ്പിച്ചായിട്ട് നിർത്തും. അതേപോലെ അയൺ ചെയ്യും. എല്ലാം വളരെ നീറ്റാണ്, വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഏത് എക്സ്റ്റേണൽ സംഗതികളല്ല, ബാഹ്യമായ സംഗതികളല്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സംഗതി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലുള്ള സംഗതിയെ ഉള്ളിന്റെ എടുത്ത് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിപ്രസ് ചെയ്തിരിക്കുകയാണ്. ആ ഡിപ്രസ് ചെയ്ത സാധനത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അയാളെ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആരാണത്? റൂഹ്. ആ റൂഹിനെ എന്ത് ചെയ്യണം, എടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക? റൂഹിന്റെ ഗ്രേഡ് ഉയർത്തണം, ദറജ ഉയർത്തണം. അതിന്റെ ഗ്രേഡ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നായിട്ട് ഗ്രേഡ് ഉയർത്തിക്കൊണ്ട് വന്നാൽ മനുഷ്യന്റെ ഗ്രേഡിനെ കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ എനർജി എന്ന് പറയുമല്ലോ. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണക്കാണ് കേട്ടോ. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കണക്കാണ്. മനുഷ്യന്റെ എനർജിയെ പോയിന്റ് കൊണ്ട് കണക്കാക്കാമെങ്കിൽ 1 to 14 ആണ് മനുഷ്യന്റെ എനർജി. മനുഷ്യന്റെ എനർജി എന്ന് പറയുന്നത്, എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ 1 to 14 ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിൽ സാധാരണ അസുഖങ്ങളൊക്കെ പിടിപെടുന്നത് വൈറസുകളുടെ എനർജി. അതേ മനുഷ്യന്റെ എനർജി ലെവൽ ഇങ്ങനെയാണെങ്കിൽ ആ വൈറസിന്റെ എനർജി ലെവൽ എവിടം വരെ എത്തും എന്ന് ചോദിച്ചാൽ, വൈറസിന്റെ എനർജി എന്ന് പറയുന്നത് 1 to 3 വരെയാണ്. നോർമൽ വൈറസുകളുടെ എനർജി 1 to 3 ആണ്. അപ്പൊ ഒരാളിന്റെ എനർജി ലെവല് ആ 3യിൽ താഴ്ന്നു പോകുമ്പോഴാണ് വൈറസ് അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. 3യിൽ താഴ്ന്നു പോകുമ്പോൾ വൈറസ് അയാളെ അറ്റാക്ക് ചെയ്യും. അപ്പൊ റീസെന്റ്ലി ഉണ്ടാക്കിയ വൈറസ് ആയ കൊറോണ വൈറസിന് എന്ത് ചെയ്തു, ഒരാളിന്റെ എനർജി ലെവല് 4 വരെ ആയിരുന്നാലും അയാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അപ്പൊ അത് തന്നെ എന്റെ അടയാളം മാൻമെയ്ഡ് ആണെന്നുള്ളതാണ്. കാരണം നോർമലി വൈറസ് 3 പോയിന്റ് വരെ വരുന്നുള്ളൂ, പിന്നീട് അത് 4 വരെ ഉയർത്തിയിട്ടാണ് എന്ത് ചെയ്തത്, കൊറോണ വൈറസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 4 വരെ വരുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യന്മാരുടെ
30% ഈ എനർജി ലെവൽ 4-ലുള്ളവരാണ്. എനർജി ലെവൽ 4-ലുള്ളവരാണ്. അപ്പൊ ഈ എനർജി ലെവൽ 4-ലുള്ള 30% പോപ്പുലേഷനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോപ്പുലേഷൻ 30% കുറയ്ക്കാൻ പറ്റും എന്നാണ് കൊറോണ വൈറസ് ഉണ്ടാക്കിയവരുടെ കാൽക്കുലേഷൻ. അപ്പൊ നമ്മളെ വിഷയം ഇതല്ല. നമ്മൾ ആ ലെവലിൽ നോക്കിയാൽ ഒരാളുടെ എനർജി ലെവൽ നമ്മൾ നോക്കുക. നമ്മളെ ഓരോ ഗുണങ്ങളും, നമ്മളുടെ ഇപ്പോൾ ഉദാഹരണം, ആരോടും പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല, കോപമില്ല, അതേപോലെ അനാവശ്യ സംസാരമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സുന്നത്താക്കപ്പെട്ട ഓരോ സംഗതികളും എന്ത് ചെയ്യാണ്? മനുഷ്യന്റെ ഗ്രേഡിനെ ഉയർത്തുകയാണ്. അപ്പോ സാധാരണ മനുഷ്യന്റെ ലെവല് അവർ പറയുന്നത്, ഒരു സാധാരണ നല്ല മനുഷ്യന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 7 വരെയാണ് പോകുന്നത്. പിന്നീട് ആ മനുഷ്യന് 14 വരെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ 7-ലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ ഗ്രേഡിനെ നമ്മൾ അങ്ങോട്ട് ഉയർത്തുക. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്ക് മലക്കുകളുടെ വരെ എന്ത് ചെയ്യാൻ പറ്റും? മലക്കുകളുടെ വരെ സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. വളരെ ഖുർആന്റെ വാഹനെ കുറിച്ച് എന്താ പറഞ്ഞു? അവൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബറന്ന്, അവര് കിറാമിൻ ബറയായിട്ടുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക. കിറാമിൻ ബറ എന്ന് പറഞ്ഞ ആരാണ്? പിന്നെ മലക്ക്, അതായത് പിന്നെ ഖുർആൻ വഹിക്കുന്ന, ഖുർആന്റെ വാഹകരായ, സന്ദേശവാഹകരായ മലക്കുകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് മലക്കുകളുടെ ദർജ വരെ എത്താൻ പറ്റും. മലക്കുകളുടെ ദർജ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറയുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യാത്ത അവസ്ഥ, അതുവരെ എത്താൻ പറ്റും. അപ്പൊ ആ ഗ്രേഡ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആ ഗ്രേഡ് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ ഭൗതികശാസ്ത്രജ്ഞർ പറയുന്ന ഒരു ഫലം. അതിലൂടെ നമുക്ക് ആത്മീയമായ ഉയർച്ചയിലേക്ക് എത്താൻ. അതാണ് യഥാർത്ഥത്തിൽ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയും. ആ തഖ്വ കൊണ്ട്, തഖ്വയുടെ ലക്ഷ്യമായിട്ട് പിന്നെ വിജയം വരുന്നുണ്ട്. മിൻ ഹൈസു ലാ യഹ്തസിബ് പറയുന്നുണ്ട്. അറിയാത്ത രീതിയിൽ അല്ലാഹ് ആഹാരം നൽകുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ലഹു മഖ്റജ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ദർജകൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അതാകുകയുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത്, ഒരാള് ഫർളുകൾ ചെയ്യുമ്പോൾ അവൻ എന്താകും? അള്ളാഹ് ചെയ്ത കാര്യങ്ങൾ, അവൻ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കി പിന്നീട് നഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ട് കുറെ കൂടെ അടുക്കും. അങ്ങനെ കൂടുതൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കും. എന്നിട്ട് പിന്നെ എന്താകും? അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞല്ലോ. യദഹുല്ലദി യബ്തിശി ബിഹാ റിജ്ലഹുല്ലദി യംശി ബിഹാ എന്നൊക്കെ പറഞ്ഞു. അപ്പോ സമഅഹുല്ലദി യസ്മഉ ബിഹാ എന്നൊക്കെ പറഞ്ഞു. അവൻ കാണുന്ന കാതാകും ഞാൻ, അവൻ കാണുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. അള്ളാഹ് നമ്മുടെ കൈയായി മാറുമെന്നല്ല പറഞ്ഞില്ല. അപ്പൊ ആ ദർജയിൽ വരെ നമുക്ക് എത്താൻ പറ്റും എന്നാണ്. അള്ളാഹ് ആ രീതിയിൽ റമദാൻ മാസത്തിനെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? റമദാൻ മാസത്തില് റിവിഷൻ ഫുള്ള് ചെയ്യാന്ന് കരുതിയില്ല. അതെ, റിവിഷൻ ചെയ്യാന്ന് തന്നെയാണ്. ഞാൻ പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞില്ല. സംഭവം പറഞ്ഞതെല്ലാം ഈ പോളിസികളാണ്. ഞാൻ ആ ലെവലിലേക്ക് നമ്മൾ വരണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഞെരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞെരിക്കാനോ ടഫാക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്രയാസപ്പെടുത്താനോ ഉദ്ദേശിക്കുന്നില്ല. പൊതുവിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം തദബ്ബുറുൽ ഖുർആന്റെ ആൾക്കാരെല്ലാം പറഞ്ഞത് ക്ലാസ് വേണ്ട ക്ലാസ് വേണ്ട. ഞാൻ പറഞ്ഞ ക്ലാസ് ഉണ്ടാവും, പകുതി ക്ലാസ് ഒരാഴ്ചയിൽ ഒരു ഫുൾ ക്ലാസ് എടുക്കുന്നതിന് പകരം പകുതി ക്ലാസ് വാട്സപ്പിൽ തരും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെയില്ല. നിങ്ങൾക്ക് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ റിവിഷൻ തരാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്, വാട്സപ്പിലൂടെ. സമയം അനുവദിക്കുമെങ്കിൽ അത് തരുന്നതായിരിക്കും. അപ്പോ കൂട്ടത്തിൽ പറഞ്ഞപ്പോഴും വിഷയം വന്നതെന്ന് പറഞ്ഞാൽ സമയം തീരെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സമയം എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ സമയം നമ്മൾ രണ്ട് സംഗതികൾ പറഞ്ഞു. നമ്മുടെ
ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയാണോ സമയം ഉപയോഗപ്പെടുത്തുന്നത്, അതേപോലെ അത് പഠനത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ വിജ്ഞാനം, ദീനീ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണോ? ദീനി വിജ്ഞാനം എന്ന് ഞാൻ പറഞ്ഞു പരന്ന വായനയിലേക്കല്ല ഞാൻ വിടുന്നത്, മറിച്ച് എന്താണ്, നമ്മുടെ ലോകത്ത് നമ്മുടെ ഖുർആൻ, നമ്മുടെ ഹദീസ്, ഈ മൂന്നിലുമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറെ ലേഖനങ്ങൾ വായിച്ചു, ചിലപ്പോൾ മാഗസിൻ ആയിരിക്കും വായിക്കുന്നത്, അപ്പൊ അതിലൂടെ എന്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ച് ഞാൻ കുറെ പ്രസംഗങ്ങൾ കേട്ടു അതിലൂടെ സംഗതി അതല്ല. കാരണം നമ്മളിവിടെ ഒരു സംഗതിയിൽ ഇൻവോൾവ്ഡ് ആണ് ഓൾറെഡി. ആ ഇൻവോൾവ് ആയ സംഗതിയിൽ നിന്നും രക്ഷപ്പെടാനാണ് നമ്മൾ പറയുന്നത് നമ്മൾ സമയമില്ല എന്ന് പറയും. ഞാൻ പറയുന്നത് അതിൽ തന്നെ തളച്ചിടണം, ഈ സംഗതിയിൽ നമ്മൾ തളച്ചിടണം. നേരത്തെ നമ്മൾ എത്ര സമയം അറബി ഭാഷ പഠിക്കുന്നതിന്, ഖുർആൻ പഠിക്കുന്നതിന്, സുന്നത്ത് പഠിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നോ അത് സുന്നത്തിന് അഡീഷൻ ചേർത്താണ്. കാരണം അതും കൂടി ഇത് നമ്മൾ ഈ പഠനത്തിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. പിന്നെ അതിന് നമ്മൾ എത്ര സമയം നേരത്തെ ഉപയോഗപ്പെടുത്തുന്നു അതിനേക്കാൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനോ തുറ നടത്താനോ ക്ഷണിക്കാനോ മറ്റു പരിപാടികൾക്കോ വേറെ ഒന്നിനും ഉപയോഗിക്കും. അതെന്തായാലും അനുവദനീയമാവില്ല. കാരണം അത് മോഷണമാണ്, കുറ്റം കിട്ടുന്ന മോഷണമാണ്. ഇതിന് മോഷ്ടിച്ച് സമയം മോഷ്ടിച്ച് വേറെ അവിടെ കൊണ്ടുപോകാൻ പറ്റും. റമദാനാകുമ്പോൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അത് കുറയ്ക്കാൻ വേണ്ടിയല്ല റമദാൻ ഉണ്ടാകുക. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര നിയന്ത്രണമാണ് പാലിക്കേണ്ടത്, മറിച്ച് അമിതത്വത്തിലേക്കല്ല പോകേണ്ടത്. ഭക്ഷണം കുറെ കഴിക്കുന്നതല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത്, മറിച്ച് ഭക്ഷണം മിതമായി കഴിക്കുന്നതാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നത്. ഭക്ഷണം ഓവറായി കഴിഞ്ഞാൽ മിക്സിയിൽ അരയ്ക്കാൻ സാധനങ്ങൾ കൂടുതലിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് ഭക്ഷണം ഓവറായാലും സംഭവിക്കുക. മില്ലിലൊക്കെ നമുക്ക് കൊള്ളുന്നതിനകം അധികം സാധനങ്ങൾ മില്ലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ അരി ആട്ടാൻ ഇട്ടു, അപ്പൊ അരി അതിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ അരിയെല്ലാം തെറിച്ചു പോവുകയുള്ളൂ, അല്ലാതെ അത് നമുക്ക് കിട്ടൂല. അതേപോലെ മിക്സി കേടാവുന്നല്ലാതെ അതിന് ഓവർ കൊടുത്താൽ വരില്ല. അതേപോലെ നമ്മൾ ഓവർ ഫുഡ് കഴിച്ചാൽ അതായിരിക്കും സംഭവിക്കുക. അതേപോലെ ക്രമമില്ലാത്ത ഫുഡ്, ഇതെല്ലാം നമ്മൾ മിതമാക്കി ലെവലാക്കി കൊണ്ടുവരിക എന്നതാണ് ഒരു സീനിയർ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട സംഗതി. അള്ളാഹ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്ലാസ്സും കൂടെ ഉണ്ട് കേട്ടോ, ഒരു റിവിഷൻ ക്ലാസ്സുകളുണ്ട്. അപ്പൊ അന്ന് 3-4 എണ്ണം എടുത്താൽ 6-4 10 ക്ലാസ് ഉണ്ട്. 5 വരെയാണ് തീർച്ചയായും അല്ലേ? ഇപ്പൊ 5 വരെയാണ് തീർച്ചയായും. ഓക്കെ.